Yes. Yes. Yeah, ഒരു മിനിറ്റ്. ഞാനൊരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തിനാ നോക്കിയേ. ലാസ്റ്റിലല്ല, നമ്മൾ ലാസ്റ്റ് മറ്റേ BPL TV, ഒനീഡ TV അതല്ലേ ചെയ്തേ? ആ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നത് ചെയ്യാം. ഇത് മുന്നേ ചെയ്തില്ല അല്ലല്ലോ? ഇല്ല, അത് ട്രേഡീസിലല്ലേ ചെയ്തേ? ആ ടാലിയിൽ ചെയ്തിട്ടില്ലല്ലോ? ആ ടാലിയിലൊക്കെ ചെയ്തു. ടാലിയിലും ട്രേഡീസിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഉം. അതിൽ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാങ്കിങ്ങില് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുത്തിട്ട് ഇവിടുന്ന് ന്യൂ അക്കൗണ്ട് കൊടുത്തിട്ട് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 0102 അങ്ങനെ ഐഡിയ വെച്ചിട്ട് കൊടുത്തു. അതാണ് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ചെയ്യാൻ സിമ്പിൾ അതായിരിക്കും. സീറോ വൺ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ക്യാപിറ്റലിന് കൊടുക്കുക, അക്കൗണ്ട് ടൈപ്പ് ഇക്വിറ്റി ഇൻട്രസ്റ്റിന്റെ ക്ലോസ്, അക്കൗണ്ട് ടൈപ്പ് കറക്റ്റ് മാറ്റി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ 02 സാലറി പെയ്ഡ്, 03 വേജസ്, പിന്നെ 04 എന്ത് റിസീവ്ഡ്. ഇത് ഏതിലായിരുന്നു ഒന്നുകൂടെ പറയോ? ഓപ്പൺ ആയുള്ളൂ. ബാങ്കിങ്ങില് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓക്കെ. അതിലല്ലേ നമ്മൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതില്
ഓരോന്ന് കൊടുക്കുക. പർച്ചേസ് ക്രിയേറ്റ് ചെയ്യേണ്ട, റഹീം ട്രേഡേഴ്സും ക്രിയേറ്റ് ചെയ്യേണ്ട, സെയിൽസ് ക്രിയേറ്റ് ചെയ്യേണ്ട, അജയ് ട്രേഡിങ്ങും ക്രിയേറ്റ് ചെയ്യേണ്ട. ബാക്കിയൊക്കെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അക്കൗണ്ട് ടൈപ്പ് ശ്രദ്ധിക്കണം. എക്സ്പെൻസ് ഉള്ളത് എക്സ്പെൻസ് ആക്കി കൊടുക്കുക, ഇൻകം ആക്കി കൊടുക്കുക. ബാങ്ക് എന്നുള്ളത് ചെക്കിങ് അക്കൗണ്ടിൽ കൊടുക്കുക, അല്ലെ അണ്ടർ ക്യാഷിൽ തന്നെ കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പ് ബാങ്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ടൈപ്പ് ക്യാഷിൽ തന്നെ കൊടുക്കുക. ഇതിലിപ്പോ ഐ ഡി നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കണോ? ആ ഐ ഡി 123 അങ്ങനെ കൊടുക്കുക, 0102 അങ്ങനെ കൊടുക്കുക കേട്ടോ. ഉം. അക്കൗണ്ട് ടൈപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മിസ് എന്റെ രജിസ്ട്രേഷൻ ഐ ഡി വർക്ക് ആവണില്ല.
ഇതില് എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാണോ ചെയ്യണ്ടേ? ലിസ്റ്റ് എടുത്താൽ മതി. ഇവിടെ ലിസ്റ്റ് ഉണ്ടോ? ആ അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതുണ്ടോ? ഞാൻ വേജസ് ഓൾറെഡി ഉണ്ടായിരുന്നില്ല അതില്. ഞാൻ വേജസ് കൊണ്ട് കൊടുത്തു. കുഴപ്പമില്ല, അതില് ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ വേജസിൽ കൊടുത്താൽ മതി. എന്റെ നമ്മളിങ്ങനെ ഐ ഡി ക്രിയേറ്റ് ഞാൻ അങ്ങനെ കൊടുത്തത്, നമ്പർ കൊടുത്തത്. അങ്ങനെ കൊടുത്താൽ മതി, കുഴപ്പമില്ല. എക്സ്പെൻസ് ആയി കൊടുത്താൽ മതി അക്കൗണ്ട്. ബാങ്കിന് ക്യാഷ് ആണോ കൊടുക്കണ്ടേ? ആ, ക്യാഷ്. എന്റെ രജിസ്ട്രേഷൻ നമ്പർ കസ്റ്റമർ ഐ ഡി ഞാൻ അടിച്ചിട്ട് റോങ് കാണിക്കണേ. എനിക്ക് ഓപ്പൺ ചെയ്യാൻ അതിന് പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ വന്നിട്ട് ഞാനത് ക്ലോസ് ചെയ്യുക ചെയ്ത്. അപ്പോ ഇല്ല, മുന്നേ എന്റെ ഉണ്ടായിരുന്നത് ഓപ്പൺ ആയി. യു ഹാവ് നോ അൺരജിസ്റ്റേർഡ് യു ലെഫ്റ്റ് നേവി. ഞാൻ ഓപ്പൺ ആക്കിയപ്പോ അതുപോലെ വന്നിട്ടുണ്ടായിരുന്നേ. അത് കുറെ പ്രാവശ്യം എനിക്കും മിസ് അതുപോലെ തന്നെ വന്നിക്കണ്. ഞാൻ പിന്നെ അടിക്കാനൊന്നും നിന്നില്ല, എന്നിട്ട് ക്ലോസ് ചെയ്തു. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ആക്കുമ്പോ വരുന്നില്ലല്ലോ. ഇല്ല, കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ്, ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. പേജ് 2. കസ്റ്റമർ ഐ ഡിയും കൂടി അടിക്കുമ്പോ ഓപ്പൺ ആയി. കസ്റ്റമർ ഐ ഡി എന്താ? ഞാൻ ഫോർവേഡ് ചെയ്തു അങ്ങനെ ഒരു പ്രൊഫൈസ് എല്ലാത്തിനും ഞാൻ ബ്ലഫ് ആയിട്ട് അടിച്ചിട്ട്. എന്താ അടിച്ചേ? രജിസ്ട്രേഷൻ നമ്പർ എന്താ അടിച്ചേ? ഇല്ല, ഞാൻ ഏതോ ഒരു 1 2 3 ഏതോ അങ്ങനെ നിക്കിയതാണ്. കറക്റ്റ് ഇതൊന്നുമില്ല. റെഡി ആയോ? ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇല്ലടാ, ഇൻവാലിഡ് എന്ന് കാണിക്കുന്നു. കസ്റ്റമർ ഐ ഡി അടിച്ചു നോക്കിയാ നീ? കസ്റ്റമർ ഐ ഡി ഒരു 4 ആയിട്ട് നോക്കിയേ. അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടെന്നാ ചിലപ്പോ ഒരു പ്രാവശ്യം ക്ലിക്ക് ആവും. ഏതാണ് പറയുന്നത്? ഹിസ്റ്ററി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പീച്ചിന്റെ കാര്യമാണോ പറയുന്നത്? ആ, എന്താ ചോദിച്ചെന്താ? ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്റേത് ഓപ്പൺ ആയി. ഓപ്പൺ നമ്പർ ചെയ്യാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാത്തിലും ആ വണ്ണം ഞാൻ പറഞ്ഞില്ലേ, വണ്ണെന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ, എന്നിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോൾ രജിസ്ട്രേഷൻ ഇതൊക്കെ കാണിച്ചിരുന്നു. പിന്നെ അത് ക്ലോസ് ചെയ്തപ്പോ ഓട്ടോമാറ്റിക് ലാസ്റ്റ് ഓപ്പൺ ചെയ്തത് വന്നു. ഒന്നെങ്കിലും ക്ലോസ് ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് ആണെന്നില്ലെങ്കിൽ നമ്പർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്പർ തന്നെ അടിച്ചു കൊടുത്തിട്ട് നോക്കി കൊടുത്താൽ മതി. ഇതിൽ ക്യാപിറ്റൽ ചെയ്ത് സാലറി, വേജസ്, റെന്റ് റിസീവ്ഡ്, ബാങ്ക് ചെയ്തു. ഇനി ഏതാണ്? ബാങ്ക് തന്നെ അജയ്. ചെയ്തില്ലേ? ആ, അജയ് പർച്ചേസും അല്ല. കൊടുക്കണ്ട. ഇല്ല, അജയ് ഒന്നും ഇവിടെ കൊടുക്കണ്ട കേട്ടോ. കാരണം നമ്മള് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസും സെയിൽസ് ചെയ്യുന്ന സമയത്ത് വെണ്ടർ കസ്റ്റമർ അടിക്കുമ്പോൾ അവിടെ വരണം.
ഉം. ഉം. പിന്നെ കൊടുക്കേണ്ടത് സാലറി കൊടുത്തില്ല, റെന്റ് റിസിപ്റ്റ് എല്ലാം ആയില്ലേ? ഉം. ഓക്കെ, ഇനി ചെയ്തോ, വൗച്ചർ ചെയ്തോ. എല്ലാം മറന്നുപോയി. ബാങ്കിങ്ങിൽ പോയിട്ട് ബാങ്കിങ്ങിൽ പോയിട്ട് ബാങ്കിങ് അല്ല, വെൻഡേഴ്സ് ആൻഡ് പർച്ചേസസ്. ഇല്ല, ബാങ്കിങ് തന്നെ. ബാങ്കിങ്ങില് ജേണൽ എൻട്രി ചെയ്തിട്ടുണ്ട് നമ്മൾ. ആ ആ. ജേണൽ എൻട്രി കേട്ടാ. ഉം. ഓപ്പൺ ആയ ഷഫ്ന? ഓപ്പൺ ആയാ? ആയി. ഉം. ഞാൻ കരുതി നിങ്ങൾ വേറെ എന്തോ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ആകുമ്പോ തന്നെ മൊത്തം പോക്കാം. ഹാങ് ഉണ്ടല്ലോ. എന്റേത് ഓപ്പൺ ആയില്ല മിസ്സേ. ആരുതാ? ഷാനരോ? എന്താ ചോദിക്കുന്നേ? അതില് സീരിയൽ നമ്പർ ഓൾറെഡി വന്നെടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ നമ്പറും കസ്റ്റമർ ID, റെക്കമെൻഡഡ് ID ഓപ്ഷൻ എല്ലാം ഉണ്ട്. വണ്ണ് കൊടുത്തോ? എല്ലാം വണ്ണാ. ഉം. ഇല്ല, രജിസ്ട്രേഷൻ എന്റെ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നു. ഒന്ന് ഫോട്ടോ എടുത്തയച്ചു. ഓക്കെ കൊടുത്ത് നോക്കി. ഓക്കെ കൊടുത്തിട്ട് എന്താ പറയുന്നത്? ഇൻവാലിഡ് രജിസ്റ്റേർഡ് നമ്പർ എടുക്കാം. ക്ലോസോ? ക്ലോസ് അടിച്ചിട്ട് മൊത്തത്തിൽ ക്ലോസ് ആയിട്ട്. ക്ലോസ് ആയില്ലേ? ഇനി കമ്പനി ക്രിയേറ്റ് ചെയ്തോ. അത് പോണില്ല, ഫുള്ളായിട്ട് ക്ലോസ് ആയി പോയി. ഫുള്ളായിട്ട് ക്ലോസ് ആയി പോയിന്ന അതങ്ങനെ കിടക്കാ? ആ, ആ ബോക്സ് ക്ലോസ് എന്നിട്ട് ആവുന്നില്ല? ഓപ്പൺ ഇല്ല. പി സ്ട്രീം മൊത്തം ക്ലോസ് ചെയ്യും, എന്നിട്ട് ഒന്നുകൂടി എടുത്ത്. ഹിസ്റ്ററി മാത്രം ക്ലോസ് ചെയ്തിട്ട് വരുന്നില്ല. സെയിം റിപ്പീറ്റേഷൻ തന്നെ. മനസ്സിലാക്കി. മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത്, ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടോണ്ട്. അല്ല, ഇത് ഓപ്പൺ ചെയ്യണ്ടേ? അല്ല, ഇനിയും പിന്നെ വരൂലേ ഇത്? പരിഹരിക്കാം. ഇല്ല, ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞുതരാം. ക്ലാസ് സ്റ്റോപ്പ് ആവൂലേ? ഇല്ല, അവര് ചെയ്യുന്നുണ്ടല്ലോ. ഇതില് സീരിയൽ നമ്പർ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നല്ലേ അവിടെ? ആ ഓക്കെ, രജിസ്ട്രേഷൻ നമ്പർ ഞാൻ പറഞ്ഞ പോലെ താഴെ ഫുള്ള് വണ്ണ് കൊടുത്തോ? ആ കൊടുത്ത്. എന്നിട്ട് ഓക്കെ അടിച്ചിട്ട് വരുന്നില്ല? ഇല്ല, ഇൻവാലിഡ് എന്ന് കാണിക്കണം. ഈ ബാങ്ക് ഏതിലാ വരിക? ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് ക്യാഷ് കേട്ടോ. ക്യാഷാ? ഓക്കെ. ഉം. ടു കൊടുത്തു നോക്കിയേ. എല്ലാം ടു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓക്കെ കൊടുത്തേ. ഡെറ്റേഴ്സ് ഇതിൽ ചെയ്യണ്ടല്ലോ? ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും വേണ്ട, ഇതിൽ ചെയ്യണ്ട കേട്ടോ. ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജേണൽ എൻട്രി ചെയ്യുമ്പോൾ വരും. ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു, അതായത് ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ്സ് ഒക്കെ ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽ ഒക്കെ ചെയ്യുന്നില്ലേ? ആ സമയത്ത് വരും.
പക്ഷെ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പർച്ചേസ് സെയിൽസ് ചെയ്യുന്ന സമയത്ത് അവിടെ വെണ്ടർ കസ്റ്റമർ സെലക്ട് ചെയ്യാൻ പറയാം. അവിടെ വരണം. ഓക്കെ. ഷാന വന്നോ? ഷാന ഷാന ലെഫ്റ്റ് ആയോ? പക്ഷെ ഇതെല്ലാം കൂടെ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നും ചെയ്തിട്ട് സേവ് ചെയ്യണോ? ഇതില് ഓ, നമ്മൾ എൻട്രി ജനറൽ ചെയ്യുന്ന കൊടുത്തത്. സമയത്താ ആ ആ ഓരോന്നും സേവ് ചെയ്യണം. ഞാനെല്ലാം കൂടെ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ നോക്കിയേ. എല്ലാം കൂടെ താഴെ 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 അടിക്കുക ഇതിന്. ആ അങ്ങനെ കൊടുക്കരുത് കേട്ടാ. ഒന്ന് കൊടുക്കുക, ഡെബിറ്റ് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് അടുത്തത് കൊടുത്ത് അങ്ങനെ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് സേവ് ആവുന്നില്ല. സേവ് ആവില്ല. ഡെബിറ്റും ക്രെഡിറ്റും ഒരുപോലെ ആവില്ല. അപ്പൊ സേവ് ആവില്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ബാലൻസ് എന്ന് പറയുന്നുണ്ട്. അതെ. ഡിലീറ്റ് ചെയ്യട്ടെ. ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ആവുന്നില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. ഡെബിറ്റും ക്രെഡിറ്റും മാറരുത്. പർച്ചേസ് എവിടെ ചെയ്യണ്ടേ? അറിഞ്ഞല്ലേ? വെൻഡേഴ്സ് ആൻഡ് പർച്ചേസ് എടുക്കാം. അതില് എൻറ്റർ ബിൽസ് ഓക്കെ. കേട്ടോ. ഓർമ്മയുണ്ട്. ഒന്നുകിൽ നമ്മൾ ടാഗ് ആദ്യം വെൻഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ എൻറ്റർ ബില്ലേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെൻഡർ ഐ ഡി ചോദിക്കും. അവിടെ വെച്ചിട്ട് ആ ലെൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുതിയ വെൻഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ന്യൂ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാം. വെൻഡർ ഐ ഡി 01 കൊടുക്കാം. നെയിം റഹീം കൊടുത്തിട്ട് എക്സ്പെൻസ് അക്കൗണ്ട്സ് പേയബിൾ ആയി കൊടുക്കാം കേട്ടോ. 2000 എന്നിട്ട് സേവ് ചെയ്യും.
എന്റെ സേവ് ചെയ്യുമ്പോഴും ജനറൽ ജനറൽ ജേർണൽ കനോട്ട് ബി പോസ്റ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ബാലൻസ് കാണിക്കുന്നത്. സേവ് ചെയ്തോ? സേവ് പറ്റുന്നില്ല. പർച്ചേസ് ചെയ്യുന്ന സമയത്താ? അല്ല, ജേണൽ കൊടുക്കുമ്പോ തന്നെ. ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ കറക്റ്റ് അല്ലേ? ഏതാ ട്രാൻസാക്ഷൻ ഏതാ? ക്യാപിറ്റലിന് കൊടുത്ത്. ക്യാപിറ്റലോ? ഉം 1 lakh ക്യാഷിന് ഡെബിറ്റ് ചെയ്ത് ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്തില്ലേ? ആ എന്നിട്ട് ശരിയാണ്. രണ്ടും ഡെബിറ്റ് കോളത്തിൽ തന്നെ ചെയ്ത കാരണം. ഉം
മറ്റേ ഹലോ, ആ യെസ് പറ. മറ്റേ സിസ്റ്റം ഹാങ് ആയി തോന്നുന്നു, അനങ്ങുന്നില്ല. പേജ് ക്ലോസ് ആക്കാൻ കഴിയുന്നില്ല. എന്താ ചെയ്യണ്ടേ? സിസ്റ്റം ഹാങ് ആയോ? അതായത് ഈ ഐഡി അടിക്കുമ്പോ ഇതായി, പിന്നെ അത് ക്ലോസ് ആക്കാൻ കഴിയുന്നില്ല. എങ്ങനെ? ഓക്കെ ഓക്കെ, മനസ്സിലായി. ശരിയാ. ആ, ജേണല് കഴിഞ്ഞ അങ്ങനെയായിരുന്നു മിസ്സേ? ജേണല് കഴിഞ്ഞിട്ട് കഴിഞ്ഞോ? ആ ജേണല് ചെയ്യാവുന്നതൊക്കെ മാക്സിമം ഇവിടെ തന്നെ ചെയ്തോ. ഇല്ല, ജേണല് ക്യാഷും അല്ല, ക്യാപിറ്റല്, സാലറി, അപ്പൊ വേജസ്, ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തില്ലേ? റെന്റ് റിസീവ്ഡ്, ബാങ്ക് NMG അത്രയല്ലേ ഉള്ളൂ? ആ ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തില്ലേ? ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടോ? ഓക്കെ. നാലാമത്തത് അതിന് ബാങ്ക് NMG എന്നിട്ടല്ലേ കൊടുക്കണ്ടേ? ആ ബാങ്ക് NMG അക്കൗണ്ട് ടു ക്യാഷ് അത് കൊടുത്തു. കൊടുത്തോ? ആ പിന്നെ താഴെ ഏതാ? പർച്ചേസ്, സെയിൽസ്, ചെക്ക് റിസീവ്ഡ്, ചെക്ക് ഇഷ്യൂഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ സാലറി പെയ്ഡ് ഇല്ലേ? സാലറി പെയ്ഡ്. പിന്നെ ഒരു റെന്റ് റിസീവ്ഡും അതും കൂടെ ചെയ്തോ. സാലറി പെയ്ഡ് ഓൾറെഡി കൊടുത്തല്ലേ? സാലറി ഓൾറെഡി കൊടുത്തല്ലേ? അത് ഫസ്റ്റില് സാലറി രണ്ടാമത്തെ. നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതല്ലേ, വൗച്ചർ ചെയ്തില്ലല്ലോ. ഇല്ലല്ല. വൗച്ചർ ചെയ്. ഇത് വേറെ സാലറി അല്ലേ? അവിടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് നമ്പർ ഓക്കെ കൊടുത്താൽ മതി ഓക്കെ. കേട്ടോ. ഇപ്പൊ ബാങ്ക് SBT ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അങ്ങനെ അതെങ്ങനെ? ചെയ്യാം. ഇപ്പൊ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജനറൽ ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ GL അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലെൻസിന്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ കണ്ടോ ന്യൂ എന്നുണ്ടോ? ആ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന ബോക്സ് ഇവിടെ വരും. ഓക്കെ ഓക്കെ. അവിടെ കൊടുത്താൽ മതി. എങ്ങനെ ഒന്നും കൂടി പറയാം മാം? ഏ? എങ്ങനെ ഒന്നും കൂടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണേ? ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ലെൻസിന്റെ ഐക്കണിൽ. എന്നിട്ട് ഇവിടെ താഴെ കണ്ടോ ന്യൂ കണ്ടോ? ഓ, അതെടുത്താൽ മതി. എന്നിട്ട് അവിടെ കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ചെയ്യണം കേട്ടോ, എന്നാലും മതി.
ബാങ്കിന്റെ എല്ലാം അക്കൗണ്ട് ടൈപ്പ് ക്യാഷ് അല്ലേ വരിക? ആ ബാങ്കിന്റെ എല്ലാം ക്യാഷ്. ബാങ്കിന്റെ എല്ലാം എന്ന് പറയുന്നത് പിന്നെ അതെ ക്യാഷ് ആണ്. പറഞ്ഞില്ലേ ചെക്ക് നമ്പർ കൊടുക്കാനുള്ള അതെവിടെ കൊടുക്കുക? ഏതാ ചോദിച്ചേ? ജേണല് കൊടുത്തിട്ട് ചെക്ക് നമ്പർ കൊടുക്കാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മതി കേട്ടോ ചെക്ക് നമ്പർ. ഡിസ്ക്രിപ്ഷൻ തന്നെ. അപ്പൊ ബ്രാക്കറ്റിൽ ആക്കി എഴുതണോ? നിങ്ങൾ ഇവിടെ ഇപ്പം ലെഡ്ജറിന്റെ നെയിം കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ ചെക്ക് നമ്പർ കൊടുത്താൽ മതി. ഓക്കെ. അത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പർച്ചേസിന് ചെയ്യണ്ടേ? സെയിൽസ് ചെയ്ത് കഴിഞ്ഞാ ഇല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. മറ്റേ ജേണല് മാത്രം ചെയ്തിട്ടുള്ളൂ. സാലറി പെയ്ഡോ റെന്റ് റിസീവ്ഡ് ചെയ്തില്ലേ? ആ ഓക്കെ. ഇനി പർച്ചേസ് ചെയ്യണ്ടേ? ക്യാപിറ്റല് സാലറി, വേജസ്, റെന്റ് റിസീവ്ഡ്, ബാങ്ക് NMG, സാലറി പെയ്ഡ് ബൈ മറ്റേ ചെക്ക് SBTയുടെ. സാലറി പെയ്ഡും റെന്റ് റിസീവ്ഡ് അത്രയും ചെയ്ത് കഴിഞ്ഞാല് വെൻഡേഴ്സ് അതിന്റെ പർച്ചേസ് എടുക്കാം. അതില് പർച്ചേസ്. എന്റർ ബിൽസ് കേട്ടോ, ഓക്കെ. ഇത് വേണം പർച്ചേസ് ചെയ്യാൻ. ഇതിൽ നമ്മൾ വെൻഡർ ID ചോദിക്കും. നമ്മൾ വെൻഡർ ID ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വെൻഡർ ക്രിയേറ്റ് ചെയ്യണം ബോക്സ് വരും. ഇവിടെ 01 കൊടുക്കുക, നെയിം റഹീം എന്ന് കൊടുക്കുക. ഓക്കെ. ഈ എക്സ്പെൻസ് അക്കൗണ്ട്സ് പേബിൾ ആക്കി കൊടുക്കുക 2000. അക്കൗണ്ട് പേയബിൾ അല്ലേ? അക്കൗണ്ട്സ് പേബിൾ 2000.
ഇവിടെ ഇൻവോയ്സ് നമ്പർ കൊടുക്കണേ. ഇൻവോയ്സ് നമ്പർ ഉദ്ദേശിക്കുന്നത് നമ്മളെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബിൽ നമ്പർ ഉണ്ടല്ലോ, അതാണ് ഇൻവോയ്സ് നമ്പർ. അതുകൊണ്ട് അടിച്ചു കൊടുക്കാം. പർച്ചേസ് ഡേറ്റ്, ഇൻവോയ്സ് ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മളിപ്പം ഡേറ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നില്ല. ഇൻവോയ്സ് നമ്പർ അടിച്ചു കൊടുക്കാം. പിന്നെ ഐറ്റം ഇവിടെ ചോദിക്കും. ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഐറ്റം ഒന്നെങ്കിൽ നമ്മൾ കുറെ ഐറ്റം ഉണ്ടെങ്കിൽ ആദ്യം എല്ലാം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇൻവെന്ററി ആൻഡ് സർവീസ് എടുക്കുക. അതില് ഇൻവെന്ററി ഐറ്റത്തില് ന്യൂ ഇൻവെന്ററി ഐറ്റം ഇവിടെ നമ്മൾ 01 എന്നിട്ട് ഐറ്റം കൊടുക്കുക. ഓരോന്നും സേവ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഐറ്റത്തിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോ ചെയ്ത പോലെ ഈ ലെൻസിനോട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇനി എടുത്തു കഴിഞ്ഞാലും ഐറ്റം ക്രിയേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കൊടുത്തിട്ട് സേവ് ചെയ്തതാണ്. ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം അല്ലേ? ഇല്ലെങ്കിൽ ഒന്നിനും രണ്ട് അങ്ങനെ കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം ഇൻവോയ്സ് നമ്പർ. ഈ ഐറ്റം ഐ ഡി എന്നും 1 കൊടുത്തൂടെ? 2 അങ്ങനെ കൊടുത്താൽ മതി. ഡിസ്ക്രിപ്ഷനിലാണോ ACC സിമെന്റ് കൊടുക്കണ്ടേ? ഡിസ്ക്രിപ്ഷനോ? ഐറ്റം ID കൊടുത്തു, ആ ഡിസ്ക്രിപ്ഷനിൽ ACC സിമെന്റ്. വേറെ ഒന്നും കൊടുക്കാനില്ല കേട്ടാ. എന്നിട്ട് സേവ് ചെയ്യാലോ? എന്നിട്ട് ശരി. പിന്നെ അവിടെ ക്വാണ്ടിറ്റിയും റേറ്റും കൊടുക്കുക, സേവ് ചെയ്യലുള്ളൂ. അല്ല മിസ്സേ, ക്വാണ്ടിറ്റി റേറ്റും കൊടുക്കില്ല പിന്നെ? മിസ്സേ പോയോ? ഞാൻ മ്യൂട്ടാക്കിയിട്ടാണ് പറഞ്ഞത്. ശരി. ക്വാണ്ടിറ്റി റേറ്റ് അതായത് എമൗണ്ട് കൊടുത്തിട്ട് എമൗണ്ട് പെയ്ഡ് ആയിട്ട് പർച്ചേസ് അവിടെയും കൊടുക്കണ്ടേ എമൗണ്ട്? വേണ്ട, അതെപ്പോഴാണ് കൊടുക്കുന്നത് വെച്ചാൽ ക്യാഷ് പർച്ചേസ് ആവുന്ന സമയത്താണ് കേട്ടോ അവിടെ എമൗണ്ട് പെയ്ഡ് ആയിട്ട് പർച്ചേസ് കൊടുക്കാം. ഇതിപ്പോ ഓക്കെ ഓക്കെ. ക്രെഡിറ്റ് പർച്ചേസിലല്ലേ കിടക്കുന്നത്. ആ അതുകൊണ്ട് അപ്പൊ ക്വാണ്ടിറ്റി കൊടുക്കുക, റേറ്റ് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസിൽ കിടക്കും. ശരി, ഓക്കെ. എന്തെന്തോ അൺപെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ബാക്ക് അടിച്ചപ്പോ ഏത് ബാക്ക് നോട്ട് പെയ്ഡ് അടിച്ചപ്പോ എന്നല്ലേ? അൺപെയ്ഡ് അൺപെയ്ഡ്. അൺപെയ്ഡ്. അതെ, ആ അതെന്തുകൊണ്ടാ? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നമ്മൾ ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല. എന്റേത് എന്തുകൊണ്ട് ഇവിടെ പാർട്ട്ലി പെയ്ഡ് എന്ന്
വന്നതെന്ന് വെച്ചാല് ഞാൻ ഈ പ്രോബ്ലം മൊത്തം ചെയ്തതാണ്. അപ്പൊ അതിൽ ലാസ്റ്റ് ചെക്ക് കൊടുക്കുന്നുണ്ട്, കുറച്ച് ആ ആ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്തത് വെച്ചത് കൊണ്ടാണ് ഇവിടെ പാർട്ട്ലി പെയ്ഡ് എന്ന് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ ജസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ വരും. ഓക്കെ നെക്സ്റ്റ് സെയിൽസ് ഏതിലാ? സെയിൽസ് കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസ് കസ്റ്റമേഴ്സ് ആൻഡ് എടുക്കാം. സെയിൽസ്. ഓക്കെ. അതില് സെയിൽസ് ഇൻവോയ്സസ്. യെസ്, ടാലി പഠിച്ചപ്പോ ഇതെല്ലാം മറന്നുപോയി. മറന്നല്ലേ. അല്ലെങ്കിൽ ഇത് കുറച്ച് ആ, ഇതുണ്ടല്ലോ, സ്റ്റെപ്സ് ഉള്ള കാരണം കുറച്ച് കറക്റ്റ് നാള് നിൽക്കുന്നത്. കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനെല്ലാം എഴുതി വെക്കണ്. എഴുതി വെക്കണം കറക്റ്റ്. ഓരോ വഴിയും എഴുതി വെച്ചില്ലെങ്കിലും മനസ്സിലാവൂല. എഴുതി വെച്ചില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യണമെങ്കിൽ ഓരോ റെക്കോർഡഡ് ക്ലാസ് എടുത്ത് കേൾക്കണം. ഉം. എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്പൊ വേഗം നോക്കിയിട്ട് തന്നെ ചെയ്യാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ എക്സാമിന് ടാലി പിന്നെ പെട്ടെന്ന് റെക്കോർഡ് നോക്കേണ്ടി വന്നില്ല. ആ നമ്മൾ ഈ ടാലിയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റ് അപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷഫ്നയുടെ ഒറ്റ ഡേറ്റിന്റെ മിസ്റ്റേക്കിലാണ് ലാസ്റ്റ് ഷഫ്ന തല കുത്തി മറിഞ്ഞിട്ട് ശരിയാവുന്നില്ല. അവസാനം ഡേറ്റ് മാറ്റി ശരിയാക്കിയപ്പോഴാണ് ശരിയായത്. അത് നമ്മള് മനസ്സിലായി. കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓൾട്ട് F12 ഡേറ്റ് സെറ്റ് ചെയ്യില്ലേ, ഇപ്പത്തേക്ക് അതുപോലെ ഡേറ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ അത് വൗച്ചർ എൻട്രി ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല വൗച്ചർ അത് ചില സമയത്ത് നമുക്ക് ഓക്കെ. വൗച്ചർ ചെയ്യാൻ പറ്റും, പക്ഷെ ചില സമയത്ത് നമുക്ക് വാല്യൂ ഒന്നും വരില്ല ചിലതിന്റെ. ഈ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തൊക്കെ ആകെ ഇടങ്ങേറായിരിക്കും, നമുക്ക് മനസ്സിലാവുകയും ചെയ്യില്ല എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. എന്റേത് സത്യം പോലെ പറഞ്ഞ സ്റ്റോക്ക് 2 പ്രാവശ്യം ഞാൻ സേവ് ചെയ്ത് പോയി. അത് രണ്ടാമത് അടിച്ചപ്പോ സേവ് ആയി പോയി. അപ്പൊ ഞാൻ വെച്ചു ആദ്യത്തെ സേവ് ആയിട്ടുണ്ടാവില്ലായിരിക്കും, ഇല്ലെങ്കിൽ എറർ കാണിക്കുന്നൊക്കെ വിചാരിച്ചു. സത്യം എന്നിട്ട് പറഞ്ഞാൽ അത് ഡിലീറ്റ്. ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചതായിരുന്നു. ഇതിപ്പോ മിസ് ഹെൽപ്പ് ആക്കി ആ ഡേറ്റ് സെറ്റ് ആക്കുക പറഞ്ഞോണ്ട് ഓക്കെ. ഇനിയിപ്പോ ഫൈനലി ഒരു ചെറിയ കാര്യത്തിന് ഫുള്ളായിട്ട് പോയിനെങ്കിലോ വെച്ചിട്ട് നല്ല ടെൻഷനായി. ലാസ്റ്റ് സമയത്ത് നമുക്ക് അറിയെങ്കിൽ ഉം. കൂടി ശരിയാക്കുമ്പോ ഭയങ്കര ടെൻഷനായി പോകും. അതെ, ഒന്നും കിട്ടില്ല. ഒന്നും കിട്ടൂല. ഒന്നും നമുക്ക് എന്റെ മനസ്സിലാവില്ല എവിടെ എന്റേത് ഡേറ്റ്. 2 ബിൽസ് റിസീവബിൾ ഞാൻ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ അപ്പൊ തന്നെ ഒരുവിധം ശരിയായി തുടങ്ങി. പിന്നെ അതിന്റെ പ്രൊഡക്ഷന് 2 പ്രാവശ്യം സേവ് ചെയ്ത കാരണം അതും ഡിലീറ്റ് ചെയ്തപ്പോ സെറ്റ് ആയി തുടങ്ങി. ആ ലോണിന്റെ പിന്നെ ആ. ശരിയാക്കാനുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റിനെ പെട്ടെന്ന് ചെയ്തു, ഞാൻ പെട്ടെന്ന് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഉം. അത് പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയപ്പോ തന്നെ ഓൾറെഡി പെട്ടെന്ന് ശരിയായി ഓൾമോസ്റ്റ് കിട്ടുന്നു ശരിയല്ലേ. തുടങ്ങി. ഉം. പ്രൊഡക്ഷന് 2 തവണ വന്ന് കിടക്കുന്നത് നെഗറ്റീവ് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നെ. ഉം, അത് ഉം. ഡിലീറ്റ് ആക്കിയപ്പോ തന്നെ ഒരുവിധം സെറ്റ് ആയി തുടങ്ങി. പിന്നെ മിസ് ഷഫ്നയുടെ അതിന് പിന്നെ ഒരു നമുക്ക് മനസ്സിലാവുന്നില്ല ആൻസർ പറഞ്ഞു എവിടെയാണ്. കേട്ടോ. ഷഫ്ന ചെയ്തു വെച്ചതൊക്കെ കറക്റ്റ് ആയിരുന്നു, എവിടെ മിസ്റ്റേക്ക് കാണാനും ഇല്ല, വാല്യൂ മാത്രം വരുന്നില്ല. അത് ഞാൻ ശരിക്കും കരഞ്ഞിട്ടുണ്ടാവും പ്രസവം കൂടി കഴിഞ്ഞെങ്കിൽ. പിന്നെ സെയിൽസില് എന്തായാലും നമ്മളിപ്പം കസ്റ്റമർ. അക്കൗണ്ട്സ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മള് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്തായാലും മിസ്റ്റേക്സ് ഒക്കെ വരും. മാക്സിമം നമ്മൾ തെറ്റിക്കാണ്ട് നോക്കുക എന്തെന്നറിയാവോ, ഒന്ന് ചാനൽ എൻട്രി മാറാണ്ടിരിക്കുക, ഡെബിറ്റ് ക്രെഡിറ്റ് ക്രെഡിറ്റ് ഡെബിറ്റ് ഒന്നും ആവാതിരിക്കുക. അതുപോലെ തന്നെ എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ 2 lakh കൊടുക്കേണ്ടടുത്ത് 20,000 അടിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമായിരിക്കും വരാം. അത് എമൗണ്ട് ഞാൻ മാറരുത്, ചെയ്തിട്ടുണ്ട്. സീറോന്റെ പ്രശ്നത്തിലൊക്കെ ആയിരിക്കും വലിയ പ്രശ്നം വരാം. എന്റേത് എമൗണ്ട് മാറിയിട്ടുണ്ടായിരുന്നില്ലേ, മിസ് പറഞ്ഞില്ലേ. ആ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യരുത് എവിടാണ് മിസ്റ്റേക്ക് വന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് എനിക്ക് ഞാനിങ്ങനെ നോക്കി എൻട്രീസ് എല്ലാം ഞാൻ എല്ലാം നോക്കി. അതൊന്നും എനിക്ക് ഉം. എമൗണ്ടും എനിക്ക് ചേഞ്ച് തോന്നില്ല, എൻട്രീസ് എനിക്ക് തോന്നില്ല. ഇനി വെച്ച് എന്ത് വിളി
ഡേറ്റിന്റെ ഒറ്റ പ്രശ്നത്തിൽ പറ്റും. ഡേറ്റ് ഞാൻ ചെയ്ത് പഠിക്കുമ്പോ തന്നെ എന്റെ തെറ്റ് വന്ന കാരണം ഞാൻ നല്ല നോക്കിണ്ടായിരുന്നു. ഉം. പ്രൊഡക്ഷനിലും ഞാനും ഷാനും കൂടെ രാത്രി 12:30 1 മണി വരെ ഇരുന്നിട്ട് പഠിച്ചിരുന്നു. ആര്? ഷാന, ആ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വാട്സപ്പില് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പഠിച്ചിരുന്നെ. ഓ അത് ശരി. ഉം. എന്നിട്ട് അതുകൊണ്ട് ഉം. പ്രൊഡക്റ്റ് അരച്ച് കലക്കി കുടിച്ചു. അതുകൊണ്ട് മാത്രം പെട്ടെന്ന് കുടിക്കുക. ചെയ്യാൻ പറ്റും അല്ലേ? ആ അതുകൊണ്ട് ഉം. പെട്ടെന്ന് ഞങ്ങൾ രണ്ടാളും ഞാൻ ചോദിക്കണോ അവൾക്കും ഡൗട്ട് വരുന്നതോ അങ്ങോട്ടും ഉണ്ടായിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു. ആ എന്നെ അത് ശരി. കൂട്ടിട്ടില്ലല്ലോ. ഏഹ് അല്ല, എന്നെ കൂട്ടിട്ടില്ലല്ലോ എന്ന് അവരോട് പറയാ. ഈ കിടന്നുറങ്ങിയില്ലേ? അവൾക്ക് ഒരുവിധ സമയം അയക്കുന്നു. അവള് മെസ്സേജ് വന്നിരുന്നു. പിന്നെ അവിടെ കുറെ സമയാവും അല്ലേ? ഇനി പഠിക്കുന്നുണ്ട് പോന്നോ പോന്നോ. ഇന്നലെ ഞങ്ങള് റെസ്റ്റ് എടുത്താ. ഇനി ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ഞാൻ ചെയ്തിട്ട് പകുതിയാക്കിട്ട് നിർത്തി വെച്ചു. അത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോ അത് നിർത്തി വെച്ചു. പിന്നെ GST ഉണ്ടല്ലോ, അതൊന്ന് ഇരിക്കന്നെ വേണം. ആ GST നമ്മള് ശരിക്കും പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഉം. കുറച്ചുണ്ടല്ലോ ചെയ്യാൻ. കുറച്ചുണ്ട്. ഫൈനൽ എക്സാമിന് എന്തായാലും GST വരാൻ ചാൻസ് ഉണ്ട്. ഉം ഉം. ഞാൻ GST ചെയ്തപ്പോ എനിക്ക് ഇടക്ക് നമ്പർ വരുന്നില്ല. മീൻസ് 2% വരുന്നുണ്ട്, അതിന്റെ ഇടയിൽ എമൗണ്ട് വരുന്നില്ല. എമൗണ്ട് വരുന്നു. എമൗണ്ട് അത് അതായത് നമ്മള് വൗച്ചറിലല്ലേ? വൗച്ചറില്. അത് ചില വേർഷനിൽ വരുന്നില്ല എന്ന് പറഞ്ഞില്ല സാറ്. ആ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എമൗണ്ട് അടിച്ചെടുത്താൽ മതി കേട്ടാ. ഓക്കെ. അല്ല, പിന്നെ ഇടക്ക് ചെയ്യുമ്പോ വരുന്നുണ്ട്, ഇടക്ക് ചെയ്യുമ്പോ വരുന്നില്ല. അതന്നെ ഞാൻ ചെയ്ത് നോക്കി. ആ സമയത്ത് ഇടക്ക് വന്നു, ഇടക്ക് വന്നില്ല. അപ്പൊ സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോ സാറ് പറഞ്ഞത് ചില വേർഷനിൽ അങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ എമൗണ്ട് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്താലും ഓക്കെ ആവൂല്ലേ? അങ്ങനെ ചെയ്താലും മതി. ഓക്കെ ആവും. മിസ് ഇതില് സെയിൽസില് കസ്റ്റമർ ID കൊടുത്തു, സേവ് ചെയ്ത് വെക്കണം. വേറെ ഒന്നും കൊടുക്കണ്ട. വേണ്ട, വേറെ ഒന്നും വേണ്ട കസ്റ്റമറിൽ. പിന്നെ ക്രെഡിറ്റ് സെയിലിനായതുകൊണ്ട് ഇവിടെ എമൗണ്ട് പെയ്ഡ് അറ്റ് സെയിൽസ് എന്നുള്ളിടത്തൊന്നും കൊടുക്കണ്ട. ക്രെഡിറ്റ് സെയിൽ ക്വാണ്ടിറ്റി, റേറ്റ്, ഐറ്റം കൊടുക്കാം. ശരി. അല്ല, ഇനി ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോ നമ്മൾ അടുത്ത ക്രെഡിറ്ററും ഡെബിറ്ററും ഉണ്ടാക്കണ്ടേ? വേണ്ട. അതിലുണ്ടാവോ? ആ കഴിഞ്ഞോ? സെയിൽസ് കഴിഞ്ഞാ? ആ നമ്മള് വെൻഡേഴ്സിന് പർച്ചേസ് എടുത്തിട്ട് ഇവിടാണ് പേ ബില്ല്. ഇവിടെയാണ് ഇതിലല്ല ചെയ്യണ്ടേ, ജേർണൽ എൻട്രിയിലല്ല. അല്ല, അതിലല്ല ചെയ്യണ്ടേ. പേ ബിൽസിലാ. പേ ബില്ല് എടുക്കാം, വെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പേ ബില്ല് നോക്കുമ്പോ പ്ലീസ് സെലക്ട് ക്യാഷ് അക്കൗണ്ട് എഴുതിക്കണേ, അതിന്റെ ബാങ്ക് അങ്ങനെ എവിടെ? വരിക. ഇവിടെ നമ്മൾ വെൻഡർ സെലക്ട് ചെയ്യാം. വെണ്ടർ പേ ബിൽസ് എങ്ങനെയൊക്കെ മനസ്സിലായില്ല. ഫസ്റ്റ് മിസ് വെൻഡേഴ്സിന്റെ പർച്ചേസ് എടുക്കാം. എടുത്തു. അതില് പേ ബില്ല് ഉണ്ട്. എൻഡർ ബില്ലല്ല, പേ ബില്ല്. പേ ബിൽസ് ഉണ്ടോ? കണ്ട്. അതെടുക്കാം. പേ ബില്ല്. അതില് പേ ബില്ലെന്നല്ലേ? ആ അപ്പൊ എനിക്കൊരു പ്ലീസ് സെലക്ട് ക്യാഷ് അക്കൗണ്ട് എന്നിട്ട് തന്നെ. ഓക്കെ. അവിടെ നമ്മൾ ചെക്കിംഗ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. കാരണം ചെക്ക് ആയിട്ടല്ലേ കൊടുക്കുന്നത്. ചെക്കിംഗ് അക്കൗണ്ട് ഇല്ലല്ലോ. ആ ചെക്കിംഗ് അക്കൗണ്ട് ക്യാപിറ്റൽ ആക്കിയില്ലേ? ചെക്കിംഗ് അക്കൗണ്ട് ക്യാപിറ്റലോ? അല്ല, ചെക്കിംഗ് ചെക്കിംഗ് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ കൊടുക്കില്ലേ? അല്ല, ഓക്കെ ഞാൻ കൊടുത്താൽ മതി. ആ ചെക്കിംഗ് അക്കൗണ്ട് എന്നുള്ളതിന് ഞാൻ അന്ന് മറ്റേ ചെക്കിംഗ് അതിനാണ് ക്യാപിറ്റലിന് പേര് കൊടുത്തത്. അപ്പൊ അത് ചെക്കിംഗ് അക്കൗണ്ടിന് ക്യാപിറ്റലിന് ആരാ പേര് കൊടുക്കാൻ പോകുന്നത്? അല്ല, അപ്പൊ അന്ന് ഏഹ്?
അതില് വെൻഡർ ഐ ഡി റഹീം എന്ന് ആ പറഞ്ഞിട്ട് പേടി കിടക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യല്ലേ? ഞാൻ ആ ചെക്കിങ് അക്കൗണ്ട് ക്യാപിറ്റൽ കൊടുത്ത് പേടിയും ക്യാപിറ്റലിന്റെ ആഗ്രഹം. അതായത് നമ്മൾ ലെഡ്ജർ ഇവിടെ നമ്മള് മനസ്സിലായി. പേടിയും ക്യാപിറ്റലിന്റെ ഇതിന്റെ പകരം ഞാൻ ചെക്കിങ് അക്കൗണ്ടിലെ ക്യാപിറ്റലിന്റെ പേര് കൊടുത്ത് ഒരു കാര്യം ചെയ്യും, അതെടുത്തിട്ട് അത് മാറ്റാം. ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ മാറ്റണ്ട, ഡിലീറ്റ് ചെയ്യണ്ട, ക്യാപിറ്റൽ എടുത്തിട്ട് ആ ന്യൂ എടുക്കാം. ഇവിടുന്ന് ന്യൂ എടുക്കാം. എന്നിട്ട് ലെഡ്ജർ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മള് ക്യാപിറ്റൽ അല്ലേ മാറ്റേണ്ടത്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ അക്കൗണ്ട് ടൈപ്പ് ഇക്വിറ്റി ഡസന്റ് ക്ലോസ് ആക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ. മിസ് ഡിസ്ക്രിപ്ഷൻ വെൻഡർ നമ്മൾ ഐ ഡി കൊടുത്തു. അക്കൗണ്ട് ടൈപ്പ് റഹീം മാറരുത് കേട്ടോ. ജസ്റ്റ് ഒരു റഹീം മിനിറ്റ്. ട്രേഡേഴ്സ് കൊടുത്തു. ഓക്കെ ഓക്കെ. അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഓക്കെ. വെൻഡേഴ്സിന് പർച്ചേസ് എടുത്തിട്ട് പേ ബില്ല് എടുക്കുക. ന്യൂ പേ ബില്ല് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ ബോക്സ് വരുമ്പോൾ ചോദിക്കും ക്യാഷ് ആണോ ചെക്ക് ആണോ എന്നല്ലേ. ചെക്കിങ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ചെക്കായിട്ടല്ലേ കൊടുക്കുന്നത്. എന്നിട്ട് കൊടുക്കും. ഇവിടെ വെൻഡർ കൊടുത്തോ? ആ റഹീം വന്നിട്ടുണ്ട്. ഓക്കെ. റഹീം കൊടുത്ത് ഇവിടെ നമ്മള് ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് ഏത് ബാങ്കിന്റെ ചെക്ക് കൊടുക്കുന്നത്? പതിനഞ്ചല്ലേ? ബാങ്ക് അക്കൗണ്ട് എൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ബാങ്ക് എന്നുള്ളത് കണ്ടോ? ഇവിടെ കണ്ടോ? ഉം അവിടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാങ്ക് എൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ എമൗണ്ട് പെയ്ഡ് എന്ന് കണ്ടോ? എമൗണ്ട് പെയ്ഡ്. അവിടെ എമൗണ്ട് കൊടുക്കുക. എന്നിട്ട് ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യും. എമൗണ്ട് ഈ ടോട്ടൽ എമൗണ്ട് ഡ്യൂ എന്നുള്ളതാണോ കൊടുക്കണ്ടേ? എത്രയാണ് കൊടുക്കുന്നത്? 10,000 അല്ലേ? അത് കൊടുക്കുക. എന്നിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യും. അടുത്തത് എങ്ങനെ മിസ്സേ? ചെക്ക് റിസീവ്ഡ്. ചെക്ക് റിസീവ്ഡ് നമ്മള് കസ്റ്റമർ ആൻഡ് സെയിൽസ് എടുക്കാം. റെസിപ്റ്റ് ഇതിലെ റെസിപ്റ്റും പേയ്മെന്റും ഇല്ലാത്ത കാരണം അങ്ങോട്ട് പോണേ. ഇതില് കസ്റ്റമർ ആൻഡ് സെയിൽസ് എടുത്തിട്ട് അതിൽ റിസീവ് മണി ഉണ്ടോ? റിസീവ് മണി. റിസീവ് മണി. അതില് റിസീവ് മണി ഫ്രം കസ്റ്റമർ എടുക്കാം. മണി ഫ്രം കസ്റ്റമർ. പാമിന്റെ ശരിയായില്ലേ? ഞാന് അത് മാറ്റാൻ പറ്റുന്നില്ലേന്ന്. അത് പിന്നെ ജേർണൽ എൻട്രി പോയിട്ട് മാറ്റിയിട്ടുണ്ട്. ശേഷം ഇപ്പൊ റെഡിയാക്കണുള്ളൂ. അത് റെഡിയാക്കിയിട്ട് ചെയ്യും. അതില് അതിന് പേരെന്തേലും ഏത് പിന്നെ ആ അക്കൗണ്ടിന്റെ അക്കൗണ്ട് ടൈപ്പാ? ഇക്വിറ്റി ഡസന്റ് ക്ലോസ്. അല്ല അതല്ല ക്യാപിറ്റൽ ശരിയാക്കി. മറ്റേതിന്റെ ഒറിജിനൽ നെയിം എന്തേന്ന്? ചെക്കിങ് ചെക്കിങ് അക്കൗണ്ട്. ചെക്കിങ് അക്കൗണ്ടും ക്യാഷും അല്ല. ചെക്കിങ് അക്കൗണ്ട് ക്യാഷും ചോദിക്കും. അപ്പൊ ചെക്കിങ് അക്കൗണ്ട് കൊടുത്താൽ മതി. അല്ല ഇതിന്റെ പിന്നെ അക്കൗണ്ട് ടൈപ്പ് അക്കൗണ്ട് ടൈപ്പോ? ഇപ്പൊ 1020 അല്ലേ നമ്മള് ക്രിയേറ്റ് ചെയ്യണത്? നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതല്ലേ? ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് അതിലുണ്ടല്ലോ. ഞാനത് മാറ്റിയിട്ടാണ്
ക്യാപിറ്റൽ കൊടുത്തത്. ഏത് ഐ ഡി മാറ്റിയിട്ടാണ് ക്യാപിറ്റൽ കൊടുത്തത്? ഞാൻ ശരിക്കും 1020 മാറ്റിയിട്ടാണ് ക്യാപിറ്റൽ കൊടുത്തത്. ഇപ്പൊ മാറ്റി 3920. ഓക്കെ. ഓക്കെ. അത് കൊടുക്കരുത്. വേറെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. 1 1 2 3 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽ കൊടുക്കുക. അല്ല, അത് ക്യാപിറ്റൽ ശരിയാക്കി. പക്ഷെ ഇതിന്റെ ആദ്യത്തെ ഡിഫോൾട്ട് നെയിം എന്താണെന്നുള്ളത് മറന്നുപോയി. ചെക്കിംഗ് അക്കൗണ്ടും അതിന്റെ അക്കൗണ്ട് ടൈപ്പ് 1020 അല്ലേ അത് ചെക്കിംഗ് ആ അക്കൗണ്ട്? ആ അക്കൗണ്ട് ടൈപ്പ് ക്യാഷ് അല്ലേ? അക്കൗണ്ട് ടൈപ്പ് ക്യാഷ്. ഇവിടെ ഇതിലും ചെക്കിംഗ് അക്കൗണ്ട് ആണോ മിസ്സേ? നമുക്ക് ചെക്ക് കിട്ടുന്നതല്ലേ? ഉം. ചെക്കിംഗ് അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കസ്റ്റമർ സെലക്ട് ചെയ്യാം. കസ്റ്റമറോ? ഇവിടെ ഏത് ബാങ്കിലെ ചെക്കാണ് കിട്ടുന്നത് അത് സെലക്ട് ചെയ്യാം. ഇപ്പുറം ക്യാഷ് അക്കൗണ്ട് കാണിക്കും അവിടെ. കസ്റ്റമർ സെലക്ട് അപ്പുറത്ത് പോയിട്ട് സെലക്ട് അജയ് ട്രേഡിങ്. മോൻ പഠിക്കലുണ്ടെന്ന് ഉം. ഇപ്പൊ ചെയ്തോളെ എമൗണ്ട് ടിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യല. ഇതുപോലെ തന്നെ ഇപ്പൊ ചെയ്ത പോലെ തന്നെ എമൗണ്ട് പെയ്ഡ് എന്നുള്ളടത്ത് കൊടുത്താൽ എമൗണ്ട് കൊടുക്കാൻ. പർച്ചേസിന്റെ ഒന്നും കൂടി പറയാ. മറ്റേ വെണ്ടർ ഐ ഡി അല്ല വരിക. പർച്ചേസിന്റെ വെണ്ടർ ഐ ഡി കൊടുക്കാം. പിന്നെ 01 മറ്റേ വെണ്ടർ ആൻഡ് പർച്ചേസ് എടുക്കാം. അതില് പേ ബിൽസ് വെണ്ടർ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ക്യാഷ് അക്കൗണ്ട് എന്നുണ്ടോ, അവിടെ നമ്മൾ ഏത് ബാങ്കിലെ ചെക്കാണ് കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യാം. ബാങ്ക് എൻഎൻജി. താഴെ എമൗണ്ട് പെയ്ഡ് എവിടെ താഴെ അവിടെ എത്രയാണ് എമൗണ്ട് കൊടുക്കുന്നത് അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. എവിടെ ടിക്ക് ചെയ്യല്? അതിപ്പുറം പേ എന്നുള്ളടത്ത് പേ എന്നുള്ളത്. ഓക്കെ. അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് റിസീവ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽസിൽ. ഇത് ഈ ചെക്കിംഗ് ടാബിൽ ഓപ്പൺ ചെയ്യുമ്പോൾ റെസിപ്റ്റ് കാണിക്കണല്ലേ? ആദ്യം ചെക്കിംഗ് അക്കൗണ്ട് തന്നെ. ജസ്റ്റ് എന്താ പറഞ്ഞ? അല്ല, ഈ പേ ബില്ല് ഓപ്പൺ ചെയ്യുമ്പോൾ റെസിപ്റ്റിന്റെ ബോക്സ് വരുന്നത് അല്ലേന്ന് പറഞ്ഞ. ഇതിലെ എമൗണ്ടിലല്ല പേ ചെയ്യണ്ടേ? എഴുതണ്ട എമൗണ്ട്. റിസീവ് മണി കസ്റ്റമർ ഐ ഡി കൊടുക്കുക. കസ്റ്റമർ കൊടുത്തില്ലേ? കൊടുത്തു. അതില് ഇപ്പുറം നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ഏത് ബാങ്കിലെ ചെക്കാണ് കിട്ടുന്നത് ആ ബാങ്ക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം എമൗണ്ട് പെയ്ഡ് എന്നുള്ളടത്ത് എമൗണ്ട് കൊടുക്കുക. പേ ടിക്ക് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യാം. ക്വാണ്ടിറ്റിന്റെ നെയിം എന്തൊന്നും കൊടുക്കണില്ല. ഏത് എന്റെ ഫോട്ടോ അയച്ചത് എന്റെ സ്ക്രീൻ ഇങ്ങനെ വന്നു. ബാങ്ക് SBT കൊടുത്തു. പിന്നെ എമൗണ്ട് കൊടുക്കണോ? എമൗണ്ട് താഴെ എമൗണ്ട് പെയ്ഡ് എന്നുള്ളടത്ത് എമൗണ്ട് കൊടുക്കുക. ഇവിടെ എമൗണ്ട് പെയ്ഡ് കാണുന്നില്ലല്ലോ. റിസീവ് മണിയിലല്ലേ ചെയ്യുന്നത്? റെസിപ്റ്റ് എന്നിട്ട് ഈ ഒരു പേജില് എവിടെ കൊടുക്കണ്ടേ?
ഇവിടെ താഴെ ഏതാ? സെലക്ട് ചെയ്തില്ല. എനിക്ക് വന്നില്ല മിസ്സേ. അവിടെ ബാങ്ക് SPT കൊടുത്തു ക്യാഷ് എനിക്ക് അക്കൗണ്ടില്. ഇങ്ങനെ വന്നില്ല, ഡിസ്ക്രിപ്ഷൻ വന്നില്ല. ഇല്ല, അതില് പിന്നെ ഐറ്റം സെലക്ട് ചെയ്യാനുള്ളത്. എനിക്കും അങ്ങനെ തന്നെ ക്വാണ്ടിറ്റി ഐറ്റം ഡിസ്ക്രിപ്ഷൻ യൂണിറ്റ് പ്രൈസ് ഞാൻ അയച്ചിരിക്കണ എന്റെ ഫോട്ടോ. ഫോട്ടോ വെച്ചിനാ? ആ ഇതുപോലെ വരുന്നെന്നാ പറഞ്ഞേ. ആ ആ നമ്മളിവിടെ പേര് കൊടുക്കുമ്പോൾ തന്നെ വരുമല്ലോ. ഇവിടെ വന്നിട്ട് ജസ്നക്ക് ഇങ്ങനെ വന്നേ. പെയ്ഡ്. വേറൊന്നും വന്നില്ല. ഇവിടെ അജയ് ട്രേഡിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കല്ലേ ഇതിന്? ആ അത് ട്രേഡിംഗ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തു. അപ്പൊ ഇതുപോലെ ബാങ്ക് വന്നില്ല. SBT കൊടുത്തു. ഇല്ല, എമൗണ്ട് വരുന്നില്ല. 1 സെക്കൻഡ്. നമ്മള് നേരത്തെ സെയിൽ ചെയ്യുന്ന സമയത്ത് കൊടുത്ത അതേ കസ്റ്റമർ തന്നെയല്ലേ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തത്? ആ അജയ് ട്രേഡിംഗ്. ഉം. ഇവിടെ SBT ബാങ്ക് സെലക്ട് ചെയ്തല്ലേ? ഉം. വരേണ്ടതാണല്ലോ. കസ്റ്റമർ കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ കണ്ടോ, കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ വരും. ഒന്നുകൂടെ ക്ലോസ് ചെയ്ത് നോക്കിയേ. അപ്പോഴും അങ്ങനെ തന്നെ. ക്ലോസ് ചെയ്ത് നോക്കിയാ. പേയ്മെന്റ് മെത്തേഡ് ചെക്കിനല്ലേ വരുന്നത്? ബാങ്ക് ആയതുകൊണ്ട് ചെക്ക് എന്നല്ലേ കൊടുക്കുക? ചെക്കിങ് ആണ് വരും. റിസീവ് മണി ഫ്രം കസ്റ്റമേഴ്സ് അതല്ലേ സെലക്ട് ചെയ്യണ്ടേ? അതില് ചെക്കിങ് അക്കൗണ്ട് തന്നെയല്ലേ? ചെക്കിങ് അക്കൗണ്ട്. പേയ്മെന്റ് വരുന്നു. നിങ്ങള് പിന്നെ വെണ്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റമർ അല്ലേ സെയിൽസ്, ഉം. അതൊന്നും കൊടുക്കാനൊന്നുമില്ലല്ലോ. ഇതില് അജയ് ട്രേഡിംഗ് മാത്രം കൊടുത്തിട്ടുള്ളൂ. അജയ് ട്രേഡിങ്ങും എമൗണ്ട് ഉണ്ടല്ലോ. അല്ല, ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോ അതന്നെ കസ്റ്റമർ ഉള്ളു.
കസ്റ്റമർ ടൈപ്പ് എന്നേ കൊടുക്കും. ഇവിടെ നിങ്ങൾ എമൗണ്ട് എന്നുള്ളടുത്ത് നിങ്ങളതിപ്പം ഐറ്റം ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ അല്ലേ വന്നിട്ടില്ലേ? ആ ആ ഈ എമൗണ്ട് എന്നുള്ളടത്ത് ഒന്ന് എമൗണ്ട് അടിച്ച് എന്നിട്ട് റെഫറൻസ് നമ്പറും കൊടുത്തിട്ടൊന്ന് സേവ് ചെയ്യും നോക്കാൻ വേണ്ടിയാണ്. കുത്തിട്ടുള്ളൂ കുത്തി കിടന്നു 15,000 കൊടുത്തോ? 15,000 കൊടുത്തു. ഒന്നും ആയില്ല. സേവ് ചെയ്. ഈ 15,000 കൊടുത്തിട്ട് സേവ് ചെയ്യണോ? പോയി സേവ് ചെയ്. സേവ് ചെയ്ത്. സേവ് ചെയ്തില്ലേ? റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. അതും കൂടെ കൊടുത്തു. റെഫറൻസ് നമ്പർ ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചു നോക്കി. സേവ് ചെയ്തു. എന്നിട്ട് കസ്റ്റമർ സെയിൽസിൽ സെയിൽസ് ഇൻവോയ്സ് എടുത്തിട്ട് ന്യൂ സെയിൽസ് ഇൻവോയ്സിൽ നേരത്തെ ചെയ്തത് എടുക്കാം. ലിസ്റ്റിൽ നേരത്തെ ചെയ്ത സെയിൽസ് ഉണ്ടല്ലോ, ക്രെഡിറ്റ് സെയിൽ വ്യൂ ആൻഡ് എഡിറ്റ് പാർട്ട്ലി പെയ്ഡ് വന്നിട്ടുണ്ടോ നോക്ക്. അൺപെയ്ഡാ. അൺപെയ്ഡ്. അൺപെയ്ഡ് തന്നെ എടുക്കുന്നത്. മെത്തേഡ് പിന്നെ ശരിയല്ല. ഇന്റത് ഡോളറിലാണ് കാണിക്കണേ എമൗണ്ട്. അത് കാണിച്ചോട്ടെ, കുഴപ്പമില്ല. സൂപ്പ് എടുത്തത് എവിടെയാണ്? ഷഫ്നക്കും അതുപോലെ വന്നിട്ടല്ലേ? അല്ല അല്ല, എനിക്ക് വന്നിന്. പക്ഷെ എനിക്ക് മിസ്സിന്റെ പോലെ എമൗണ്ട് ഇല്ല. എനിക്കത് 30,000 ആവുന്നില്ലേ? മിസ്സിന്റെ 30,000 അല്ലേ അല്ലേ എമൗണ്ട് ഡ്യൂ? എനിക്കത് 45,000 ഉണ്ട്. സെയിൽസ് എടുത്ത സമയത്താ? അതിപ്പോ നമ്മള് 45,000 തന്നെയാണ്. അതെ 45,000 അല്ല എമൗണ്ട്. മിസ്സിന്റെ 30,000 ഉണ്ട്. എനിക്കൊക്കെ 45 തന്നെയാണ്. അതെ, ഫാമിക്ക് തന്നെയാണോ? ആ ഞാൻ എന്നിട്ട് അത് നോക്കുന്നത്. എനിക്ക് ഇവിടെ അത് 30 ആയാലും. അല്ല മാം പേ ചെയ്തില്ല ഓൾറെഡി. അതല്ല. ഷെഫ്നാക്ക് ശരിയായോ? ഈ എമൗണ്ട് റിസീവ് ഞാൻ മണിക്ക് ഓൾറെഡി ശരിയായോ? പേ ചെയ്ത് ഇത് പേ ഓക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എമൗണ്ട് ഡ്യൂ എന്നിട്ട് 30,000 കാണിക്കുന്നത്. ഓക്കെ ഓക്കെ. കാരണം ഷെഫ്നാക്ക് ശരിയായോ? എനിക്ക് ശരിയായി. ഇതുപോലെ തന്നെയല്ലേ ചെയ്തേ? ഞാൻ ആദ്യം പക്ഷെ നമ്മളിവിടെ കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് വരേണ്ടതാണല്ലോ. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ എടുത്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത് ഫോട്ടോ എടുത്ത് വെച്ചാൽ ഈ റിസീവ് മണി എടുക്കുന്ന സമയത്ത് റിസീവ് മണി എടുക്കല്ലേ, റിസീവ് മണി ഫ്രം കസ്റ്റമറിന് എടുക്കുമ്പോ ഒരു ബോക്സ് വന്നിട്ടില്ലേ നിങ്ങൾക്ക് സമയത്ത് വേറെ എന്ത് വരുന്നുണ്ടോ നോക്കട്ടെ. അതില് വ്യൂ ആദ്യം എന്റെ എഡിറ്റില്ലേ? ഒന്നുകൂടെ എടുക്കും. ഏത് ഫോട്ടോ ആണ്? ഞാൻ വ്യൂ ആൻഡ് എഡിറ്റ് കൊടുത്തിട്ടുള്ളത്. എന്ത് ആദ്യം കൊടുത്തത് ചിലപ്പോ നമ്മൾ എടുത്തില്ലേ റിസീവ് മണി, റിസീവ് മണി? അതിൽ അതില് നമുക്ക് വ്യൂ ആൻഡ് എഡിറ്റ് ഞാൻ കൊടുത്തത്. അത് മുന്നേ ചെയ്തത് കാണിക്കുമല്ലോ. എനിക്ക് പുതിയ ബോക്സ് വന്നിട്ട് മുന്നേ ചെയ്തത് അതില് എടുക്കില്ല, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതൊന്നും എടുത്തേ. അതില് ഡിലീറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. ഡിലീറ്റ് ചെയ്യാൻ അറിയില്ലേ? ഞാൻ എടുത്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് പുതിയതൊന്നും എടുത്തിട്ട് ചെയ്ത് നോക്കിയാ എങ്ങനെ വരുന്നേ ബോക്സ് അത് ഫസ്റ്റ് അത് എടുക്കുന്ന ഓപ്പൺ സമയത്ത്? ചെയ്തിട്ടാണോ മിസ് ഡിലീറ്റ് ഒക്കെ? അത് ഓപ്പൺ ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യും ഇപ്പൊ ചെയ്തത് റിസീവ് മണി. അതിപ്പോ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നേ? ഇതിപ്പോ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് ഇവിടെ കണ്ടോ, ആരോയില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ആ മുന്നേ ചെയ്തത്. ആ എന്നിട്ട് ഇവിടെ ഡിലീറ്റ് എന്നുണ്ടോ മേലെ, അത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. എന്നിട്ട് ഒന്നുകൂടെ എടുക്കുന്ന സമയത്ത് എങ്ങനെ വരുന്നതെന്നൊന്ന് കാണിച്ചേ.
ഇത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാം അല്ലേ? ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്യും. കസ്റ്റമർ ഇതേമാതിരി തന്നെ ഇതപ്പം മിസ് സോറി ഇതപ്പം നമ്മൾ ഡയറക്റ്റ് ഇല്ല. ഡയറക്റ്റ് ഈ ബോക്സ് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്ന അതിന് മുന്നേ എന്തേ വരുന്നുണ്ടോ? എല്ലാം മറ്റേ ഇത് പേയ്മെന്റ് ഇതൊക്കെ ഉണ്ട്. പേയ്മെന്റ് മെത്തേഡ് എന്നിട്ട് അവിടെ ചെക്കിങ് കൊടുത്തല്ലേ? ചെക്കിങ് കൊടുത്ത് ഇവിടെ അജയ് ട്രേഡിംഗ് കൊടുത്തു നോക്കിയേ, വരുന്നില്ല. എന്താണ് അജയ് ട്രേഡിംഗ് അല്ലേ ഇവിടെ ആ കസ്റ്റമർ കൊടുത്തേ? അത് കൊടുത്തു, ഇല്ല ആയില്ല. ഒന്നും വരുന്നില്ല. വരുന്നില്ല. ഓക്കെ, നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത സെയിൽസ് ഒന്ന് കാണിച്ചേ. കസ്റ്റമേഴ്സിന്റെ സെയിൽസ് എടുത്തിട്ട് അതിൽ നേരത്തെ ചെയ്ത് വെച്ച് സെയിൽസ് ഇൻവോയ്സിൽ സെയിൽസ് എടുക്കുക. ന്യൂ സെയിൽസ് ഇൻവോയ്സ് വ്യൂ ലിസ്റ്റ് ആൻഡ് എടുത്താൽ മതി. എഡിറ്റിലല്ല. വ്യൂ ആൻഡ് എഡിറ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിൽ ന്യൂ എടുത്തിട്ട് ലിസ്റ്റിൽ സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. സെയിൽസ് ഇൻവോയ്സ് എന്നിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നെ. ഇവിടെ നിങ്ങൾ എമൗണ്ട് പെയ്ഡ് അറ്റ് സെയിൽസ് എന്നൊന്നും കൊടുത്തില്ലല്ലോ. ഇല്ല. ഓക്കെ, ഇവിടെ എമൗണ്ട് 45,000 കാണിക്കുന്നില്ലേ? ആ, ഞാൻ അയച്ചു. നോക്കട്ടെ. ഞാനും വെച്ചിട്ടുണ്ട്. അതിലൊരു ഇൻവോയ്സ് നമ്പർ കൊടുക്കട്ടോ. ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. കൊടുത്തോ? ഡ്രോപ്പ് ഷിപ്പ് കൊടുത്തു. ജസ്റ്റിന് ഇൻവോയ്സ് നമ്പർ ഇപ്പല്ലേ കൊടുത്തേ? ഇപ്പഴ് ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ട് സേവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ കസ്റ്റമർ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. കസ്റ്റമർ അത് ഉണ്ട്, അജയ് ട്രേഡിംഗ് തന്നെ. അല്ല, അത് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ. ആ ഇൻവോയ്സ് നമ്പർ അത് ക്ലിക്ക് കൊടുത്തിട്ടൊന്ന് ചെയ്യുമ്പോ സേവ് ചെയ്തേ. വരും. സേവ് ചെയ്തു. സേവ് ചെയ്തില്ലേ? ഇത് എന്നിട്ട് എന്തോ സെർച്ച് ചെയ്യുമ്പോ അജയ് ട്രേഡിംഗ് അടിയിൽ വരും. എന്റെ ഇതിലൊരു ഓവറായിട്ട് കിടക്കുന്നു. ഫാമിന്റെയില് ഞാൻ കാണിച്ചതായി. സേവ് ചെയ്യാൻ നിൽക്കുമ്പോ ഇങ്ങനെ ഒരു എമൗണ്ട് ഇത് വരുന്നുണ്ട്. ഓവർ എന്ന് പറഞ്ഞിട്ടൊരു സാധനല്ലേ? കസ്റ്റമർ ബാലൻസ് ഗോ ഓവർ ദിസ്. എനിക്ക് വന്ന കണ്ടിന്യൂ. ഞാനും സേവ് ചെയ്ത് എസ് കടിച്ചു. ഒന്ന് വന്ന് കാണിച്ചു നോക്കട്ടെ. ആക്ച്വലി അത് കുഴപ്പമില്ല, അത് വരും. നോക്കണ്ട. നിങ്ങൾ ഇൻവോയ്സ് നമ്പർ കൊടുത്തതിന് എസ് ശേഷം സേവ് അടിച്ചത്. എന്നിട്ടൊന്ന് നോക്കി നോക്കിയേ. ചിലപ്പോ പറയാൻ പറ്റൂല, ഏതെങ്കിലും ഡിജിറ്റലിന് നമ്പർ ആവശ്യമില്ലാത്ത കുറെ കൊടുക്കാത്തതിനൊക്കെയാണ്. ഓപ്പൺ ആയത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ നമ്പർ കൊടുക്കാൻ വിടുന്നതിലൊക്കെ ആയിരിക്കും എറർ വരിക. ഇനിയും എന്നിട്ടൊന്ന് റിസ്യൂം ആണെങ്കിൽ ചെയ്ത് ബാക്കിലോട്ട് നോക്കിയേ. പോകണോ? ആ ഇൻവോയ്സ് നമ്പർ ഈ കൊടുത്തില്ലേ? ഇൻവോയ്സ് എന്നിട്ട് നമ്പർ ചെയ്ത് ഉണ്ടല്ലേ നോക്കിയേ. അവിടെ കൊടുക്കണ്ടേ? ഇവിടെ ഒന്നും കൊടുക്കാണ്. ഇവിടെ കസ്റ്റമർ ID കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ വരണം. വന്നു. വന്നോ? ആ, കണ്ടോ, ഇൻവോയ്സ് ഒറ്റ ഇൻവോയ്സ് നമ്പർ കൊടുക്കാത്ത പ്രശ്നമാണ്. അപ്പൊ ഇനി എപ്പോഴും ചെയ്യുമ്പോ എന്ത് കൊടുക്കാം? ഇൻവോയ്സ് നമ്പർ കൊടുക്കട്ടെ. അതാ ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇൻവോയ്സ് നമ്പർ കൊടുക്കാൻ. നമ്മൾ റെഫറൻസ് നമ്പർ മറ്റേ നിർത്തിയിരുന്നു. ഇതിന് കൊടുത്തിട്ടില്ല. റെഫറൻസ് നമ്പർ മാത്രം പോലെ ഇൻവോയ്സ് നമ്പർ കൊടുക്കണം.
അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ തെറ്റും വന്നില്ലേ? പഠിച്ചു. അങ്ങനെ വന്നു തെറ്റുകൾ വന്നു. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലിനി നടക്കില്ല. ആ എമൗണ്ട് ആ എമൗണ്ട് എമൗണ്ട് പെയ്ഡ് പെയ്ഡ് എന്നിട്ട് എമൗണ്ട് എന്നുള്ളടത്ത് കൊടുക്കുക, എന്നിട്ട് ഈ ടിക്ക് എമൗണ്ട് ചെയ്ത് തന്നെ കൊടുക്കുക. കൊടുക്കണോ? ആ എമൗണ്ട് അല്ല, കൊടുക്കുന്ന എമൗണ്ട് ക്വസ്റ്റ്യനിൽ എമൗണ്ട്. 15,000. ആ ദോശ കിട്ടുന്നതല്ലേ, ചെക്ക് റിസീവ്ഡ് അല്ലേ? പാർഷ്യലി ആ പെയ്ഡ് വന്നു. 15,000. 15,000 കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നോക്കിക്കഴിഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് വരും. വന്ന് ഓക്കെ, പാർഷ്യലി പെയ്ഡ് വന്നു. ഇപ്പൊ ശരിയായില്ലേ? ഒരു ശരി. ഇൻവോയ്സ് കൊണ്ട് ഇത്രയും പ്രശ്നം. നമ്പർ കൊടുക്കാത്തോണ്ടുള്ള പ്രശ്നം. എനിക്കത് ഇന്നലത്തോടെ മതിയായി. നിങ്ങൾ വേണ്ടുന്നത് കൊടുത്തിട്ടില്ലെങ്കിൽ ടീച്ചർ വേണ്ടുന്നത് ഇങ്ങോട്ട് തരൂല. അത്ര തന്നെ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. ശരിയായി, പാർഷ്യലി പെയ്ഡായി. ഓക്കെ, പിന്നെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ വേണം. ചെയ്ത് കഴിഞ്ഞില്ലേ? ഫൈനാൻഷ്യൽ റിപ്പോർട്ടിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇങ്ങനെയാണ് കേട്ടോ കാണാം. ബാലൻസ് ഷീറ്റ്, ഇതിൽ ബാലൻസ് ഷീറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റ് എടുക്കുക, ഓക്കെ കൊടുക്കുക. ടോട്ടൽ വരാം 2,15,700. റിപ്പോർട്ട് എടുക്കാം. ഏതിലാ റിപ്പോർട്ട്? റിപ്പോർട്ട് എടുക്കാൻ കാണിച്ചിരുന്നില്ല. റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് എന്നുണ്ട് മേലിൽ, ഓക്കെ. ഓ അതെടുക്കാം. അതിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, എന്നിട്ട് സ്റ്റാൻഡേർഡ് ബാലൻസ് ഷീറ്റ് ഫസ്റ്റുകൾ. ഓക്കെ കിട്ടി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റ് ഓക്കെ കൊടുക്കാം. ടോട്ടൽ വരെ 2,15,700. ഈ സ്ക്രീന് മാക്സിമൈസ് ചെയ്യാം. മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് നെറ്റ് ഇൻകം കാണാം 5,700. അതാണ് നെറ്റ് പ്രോഫിറ്റ് കേട്ടോ. ഓക്കെ അല്ലേ? 5,700 കറക്റ്റ്. ഇതില്ലേ നമ്മള് ഇത് ജനറൽ ചെയ്യില്ല, ജേണല് ഈ ചെക്ക് വരുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ജനറൽ അപ്പൊ ചെയ്യൂലല്ലോ. അത് ജേണൽ ചെയ്യുമ്പോ ജേണൽ ചെയ്യുന്ന സമയത്ത് ചെക്ക് ഇങ്ങനെ ഇഷ്യൂ അവിടെ ചെയ്യൂല, ഇതുപോലെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യുന്നോ അല്ലെ നെക്സ്റ്റ് ക്ലാസ്സിലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇത് കുറച്ച് ഓക്കെ, കറക്റ്റ് നോട്ടൊക്കെ കറക്റ്റ് എഴുതിയെടുക്കട്ടോ. നമ്മളിപ്പോ ചെയ്തത് നോക്കിയാട്ടെ, ചെറിയ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഭയങ്കര അതാ കൊറേ ഉള്ള കാരണം ക്ലിക്ക് ആയിട്ടില്ല എപ്പോഴും. അതെ, അത് അങ്ങനെ ഒരു ഫ്ലോയില് ചെയ്തതാ, ഒരു ശരിക്കും അങ്ങ് പഠിച്ച പോലെ ചെയ്തതല്ല. പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലോ നമുക്ക് കിട്ടും, അപ്പൊ സ്പീഡാവും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ഒന്ന് സ്പീഡ് ചെയ്ത് നോക്കാം. ഇതില് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ആദ്യം പിന്നെ നമ്മള് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിങ് എടുത്തിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക, ന്യൂ അക്കൗണ്ട്സ് കൊടുക്കുക. പെട്ടെന്ന് ടൈം നമ്മൾ കുറച്ച് ടൈമൊക്കെ കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 01 എൻട്രി അടിക്കാം. ഇപ്പൊ ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റലിന് കൊടുക്കാം. ഞാനിപ്പോ അതേ ചെയ്തത്, സേവ് ആക്കാൻ പറ്റില്ലല്ലോ. കോസ്റ്റ് അതുപോലെ തന്നെ 02 വേജസ് ഇക്വിറ്റി, അതിന്റെ എക്സ്പെൻസ് കൊടുക്കുക. അങ്ങനെ 03, അങ്ങനെ കോഡ് 01, 02, 03 എത്ര അക്കൗണ്ട്സ് ഉണ്ടോ അത്രയും കൊടുക്കുക. ഒന്നും മാറ്റാൻ നിൽക്കണ്ട. ഇവിടെ അക്കൗണ്ട് ടൈപ്പ് മാത്രം മാറ്റി കൊടുത്തിട്ട് സേവ് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് പെട്ടെന്നാവും. അത് കഴിഞ്ഞ് പിന്നെ വേഗം എന്ത് ചെയ്യാ, ബാങ്കിങ്ങില് ജേണൽ പോവാ. ജേണൽ എൻട്രിയിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്നൊക്കെ ഇവിടെ കൊടുക്കാം. ഇതിൽ കൊടുക്കാൻ പറ്റാത്തത് ഒന്ന് പർച്ചേസ്, സെയിൽസ് കൊടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ നമ്മൾ പാർട്ടിയുടെ അടുത്തുനിന്ന് ക്യാഷോ ചെക്കോ കിട്ടുന്നത്, അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നതും നമ്മൾ ഇതിൽ ചെയ്യാൻ പാടില്ല. എന്തും ചെയ്യാം, കൊടുക്കുന്നത് വെണ്ടർ ആൻഡ് പർച്ചേസ് എടുക്കാം. എന്നിട്ട് അതിൽ പേ ബില്ല് എടുത്തിട്ട് ഇപ്പം ചെയ്ത പോലെ ചെയ്യാം. കിട്ടുന്നത് കസ്റ്റമർ ആൻഡ് സെയിൽസിൽ റിസീവ് മണിയിൽ ഇപ്പം ചെയ്ത പോലെ ചെയ്യാം കേട്ടോ.
അല്ല ഈ പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് വരില്ല, കാര്യം ഡീറ്റെയിൽസ് ഒന്നും വരാതെ ഈ ക്യാഷിന് വരുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതായത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ജേണൽ എൻട്രി വരാം, ഫർണിച്ചർ അക്കൗണ്ട് ഇട്ടിട്ടു ക്യാഷ്. അല്ല ഈ അത് ഗുഡ്സ് നമുക്ക് ഒന്നും പറ്റില്ല. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ്, അതായത് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ടു ക്യാഷ് എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് ജേണൽ എൻട്രിയിൽ ചെയ്യാം. ആ അത് ശരി. അവിടെ പർച്ചേസ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് അണ്ടർ എക്സ്പെൻസ് ആയി കൊടുത്താൽ മതി. ഐറ്റം ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ചെയ്യാം കേട്ടോ. ആ അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. മിസ് ഇതിപ്പോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ആ ജേണലിൽ പോയിട്ട് അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്തോടാ? അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം, ന്യൂ എടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യല്ലേ ഒന്നുകൂടെ എളുപ്പം? അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്ത് ന്യൂ അടിച്ചിട്ട് അടുത്തടുത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ആദ്യം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടും ചെയ്യാം. ഇതിനിപ്പോ നമ്മൾ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അങ്ങനെ ചെയ്യാം. അജയനെയോ റഹീമിനെയോ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തില്ലല്ലോ, ഇതില് ട്രാൻസാക്ഷൻ ചെയ്യുമ്പല്ലേ ചെയ്തേ. അപ്പോ അത് ആദ്യമേ നമ്മൾ ലെഡ്ജർ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമുണ്ടാവാ? അജയ് നമ്മൾ ആടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരൂല. വരും എപ്പാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജനറൽ ജേണൽ എൻട്രിയിൽ നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് ഇപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെ വരാം, ഫർണിച്ചർ അക്കൗണ്ട് ഇട്ട ടു അജയ് ട്രേഡിംഗ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം, ജനറൽ ജേണൽ എൻട്രിയിൽ വരും. പക്ഷെ നമ്മള് ഈ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് അജയ് ട്രേഡേഴ്സ് എവിടെ വരില്ല, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പാർട്ടി ചോദിക്കൂലേ, വെണ്ടർ ചോദിക്കൂലേ, അവിടെ വരില്ല. അതുകൊണ്ടാണ് വെണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെയിൽസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറും കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഡൗട്ടില്ല, ഇനിയിപ്പോ ചെയ്യുമ്പോ ആദ്യം ഡൗട്ട് വരും. ചെയ്യുമ്പോൾ ഡൗട്ട് വരാണെങ്കിൽ ചെയ്തു ചെയ്തിട്ട് കുഴപ്പമില്ല. വേഗം ഒന്ന് ശരിയാവാണ്ട് ചെയ്ത വേഗം ശരിയാവണം. ചെയ്തിട്ട് വേഗം ശരിയാവണം പറയാ. ഇത് ഭയങ്കര കൺഫ്യൂഷൻ. പിന്നെ ആവശ്യമില്ലാണ് കൊറേ പോപ്പപ്പ് ഇത് വരും, കൊറേ ബോക്സ്. ലേഡീസ് ഈസി അല്ലേ? ട്രേഡിംഗ് ഈസി ആയിരുന്നു. ഇത് കുറച്ച് ആത്മഹത്യാനുണ്ട്. ചെയ്ത് വരുമ്പോ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ സ്മൂത്ത് ആവും. കുറച്ചുണ്ട് പ്രൊസീജിയർ. ഇതിന് ഓരോന്നിനും ഓരോ ബോക്സും ഓരോ ഇതല്ലേ? അതെ. പക്ഷെ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോ അക്കൗണ്ട് ടൈപ്പ് ഒന്ന് മാറ്റി കൊടുക്കണ്ട, വേറെ താഴെ എങ്ങനെ സേവ് ചെയ്യാ അങ്ങനെ ജേണൽ എൻട്രി ആയിട്ട് ചെയ്തു പോവാ. കൊറേ ഐഡി കൊടുക്കണ്ടായിരുന്നു. ഐഡി പോലെ കൊറേ നമ്പേഴ്സ് കൊറേ ഓർത്ത് വെക്കേണ്ട പോലെ തോന്നുന്നു. ലൈക് ചെയ്യുമ്പോ ഒരിടത്ത് ഇൻവോയ്സ് അടിക്കണം, ഒരിടത്ത് റെഫറൻസ്, എല്ലായിടത്തും വേറെ വേറെ നമ്പർ ആയിട്ട് ലൈക്ക് ഏതാ ഫസ്റ്റ് അടിച്ച് ചെയ്ത നമ്പർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഞാനിപ്പോ മിസ് പറഞ്ഞ പോലെ 1 2 3 കൊടുത്തു. അതാവുമ്പോ ഫസ്റ്റിന്റെ ലിസ്റ്റ് ചെയ്ത് എടുക്കുമല്ലോ. അപ്പൊ അണ്ടർ നമ്മള് ഏതാന്നുള്ളത് നമുക്കറിയില്ലേ? ഈ പേജ് ആകെ ഓർത്ത് വെക്കേണ്ടത് നമ്മൾ അഡീഷണൽ പഠിച്ചത് ഇപ്പോ ക്യാപിറ്റൽ ഇക്വിറ്റി ഡസൻ ക്ലോസ് വരുന്നതും ചെക്കിങ് ബാങ്ക് വരുന്ന സമയത്ത് അണ്ടർ ക്യാഷിന് കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എക്സ്പെൻസിന്റെ അണ്ടറിലാണ് വരുന്നത്, ഇൻകത്തിന്റെ അണ്ടറിലാണ് വരുന്നത്, വേറെ ഒന്നും ഇല്ലല്ലോ. ഇതില് കുഴപ്പമില്ല. അത് മറ്റേ ടാലിയിലാണ് കുറച്ചും കൂടി ഇൻഡയറക്റ്റും ഡയറക്റ്റും ഒക്കെ ഉള്ളത്. ചിലപ്പോ നമ്മളെ മനസ്സിലുള്ളതാവില്ല ടൈപ്പ് ചെയ്യുമ്പോ കിട്ടുക. കുറച്ച് ലെഡ്ജേഴ്സിന്റെ നെയിം അതിന്റെ ഗ്രൂപ്പ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടരാം കേട്ടാ. ഇപ്പൊ ആവശ്യമൊന്നും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എപ്പെങ്കിലും ഉപകരിക്കും. എക്സാം ഉണ്ടാവോ സർ? ഏതിന്റെ? ഇതിന്റെ പിസ്ട്രീന്റെ ഒന്നും ഉണ്ടാവോ? ഇതിന്റെ ഒന്നും ഓൺലൈൻ എക്സാം ഇതിനൊന്നും ഇല്ലാന്ന സാറ് പറഞ്ഞത്, ടാലി മാത്രമായിരിക്കും. നല്ല രസവും. അത് പിജിട്രി ഓപ്പൺ ആവാൻ തന്നെ കൊറേ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
ഇല്ല, ടാലിയിലേ ഉണ്ടാവും. മെയിൻ എക്സാം ടാലിന്ന് തന്നെയാണ് സാർ പറഞ്ഞത്. മോഡൽ മനസ്സിലായില്ലേ ക്വസ്റ്റ്യന്റെ? ആ മോഡൽ മനസ്സിലായി. ആ ടൈപ്പിൽ ഉണ്ടാവോ? ആ ടൈപ്പിൽ തന്നെ ഉണ്ടാവും. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം തരും, ഇങ്ങനെ തന്നെ ആയിരിക്കും ആ ഉണ്ടാവുക. ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മിസ് ഒന്ന് അയച്ചിടോ? ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്റെ അടുത്തില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടില് ചിലപ്പോൾ കാണും. ചിലപ്പോ അവിടുന്ന് എടുത്തിട്ടായിരിക്കും സാർ ഫൈനൽ ക്വസ്റ്റ്യൻ ഇടുക. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. ഇതിനെക്കാട്ടി ടഫായി അവിടെ പോയില്ലല്ലോ, അതായത് മനസ്സിലാവാത്ത വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. എങ്ങനെ അതായത് ചിലതുണ്ടല്ലോ അയാൾക്ക് വായിച്ചാൽ കൂടി മനസ്സിലാവാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് അല്ലേ? അത് ഇന്നലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നിങ്ങൾ ആ ഒരു ലെവലിലെ കുട്ടികളല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ അതേപോലെ ആ ഡിസ്കൗണ്ടിന്റെ അവിടെ കുറച്ചു നേരം ആ ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് കുറച്ചു നേരം ഇരുന്നു. ഇന്നലത്തെ കണക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് മിസ് തരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടായിന് ഇന്നലത്തെ ക്വസ്റ്റ്യൻസ്. അതെ. അതുകൊണ്ട് അതിൽ ഇനിയിപ്പോ അതിന്റെ അകത്ത് കൂടുതൽ കുറെ അതും ഇതെല്ലാം വേണ്ടാത്തല്ലേ ആഡ് ആക്കിയിട്ടല്ലോ. അതായത് നോർമൽ ആയിട്ടുള്ളായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ വളച്ചിട്ട് തിരിച്ചിട്ട് ആളെ കൺഫ്യൂഷൻ ആക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ഏത് ക്വസ്റ്റ്യൻ, നമ്മൾ ഇതുവരെ പഠിക്കാത്ത പോലെ ഇരിക്കും ഉണ്ടാവുക. ആ, അത് ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പൊതുവെ ബോക്സിലല്ലല്ലോ ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സ് എന്ന് വരാം. എല്ലാം അതാണ് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കേണ്ടത് വെച്ചാൽ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്ത് തന്നെ ഫസ്റ്റ് നമുക്ക് കാണും ഇതെന്താണ് ക്രെഡിറ്റേഴ്സ് വേറെ ഡെപ്റ്റേഴ്സ് വേറെ കോളത്തിൽ സ്റ്റോക്ക് ഐറ്റം ഒക്കെ ഇങ്ങനെ ഓരോ ബോക്സിലായിട്ട്. ഫസ്റ്റ് ടൈം കണ്ടപ്പോ എന്റെ കിടിയും പോയി. സ്റ്റോക്ക് പറയാണ്ട് പിന്നെ ചെയ്തു തുടങ്ങിയപ്പോ വലിയ പ്രശ്നമില്ല. പിന്നെ ഡിസ്കൗണ്ടിന്റെ അവിടെ കുറച്ചു നേരം അതന്നെയല്ലേ എന്നത് കൺഫ്യൂഷൻ ആയി പോയി. ഫസ്റ്റ് ടൈം വായിച്ചപ്പോ ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതും കുറച്ച് ജേണൽ എൻട്രി മനസ്സിലാക്കി വെക്കണം വരുമ്പോ എങ്ങനെ വരാന്നുള്ളത്. എമൗണ്ട് ചെയ്തതൊക്കെ അറിയാം, അത് ഓട്ടോമാറ്റിക് അതന്നെ എന്റെ ഒരു കൺഫ്യൂഷൻ ആയി പോയി. കൺഫ്യൂഷൻ വന്ന പിന്നെ പോയി. ഉം. പക്ഷെ നിങ്ങൾ നന്നായി ചെയ്തു. എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾ നമ്മൾ ശരിക്കും മിസ്റ്റേക്സ് വരാം കുറെ. പക്ഷെ നമ്മൾ സാർ ഇന്നലെ പറഞ്ഞില്ലേ എൻട്രി ചെയ്യാൻ പഠിക്കണം. ജേണൽ എൻട്രി കറക്റ്റ് എൻട്രി ചെയ്യാൻ ടാലിയിൽ ഓരോന്നും വരുന്ന സമയത്ത് കറക്റ്റ് എൻട്രി ചെയ്യാൻ പഠിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മിസ്റ്റേക്സ് വരാം, നമുക്ക് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഡേറ്റ് തെറ്റുമ്പോ ഒക്കെ മിസ്റ്റേക്ക് ചിലപ്പോൾ വരാം. മാക്സിമം ഡേറ്റ് കറക്റ്റ് ചെയ്യാ, എമൗണ്ട് കറക്റ്റ് ചെയ്യാ, ജേണൽ എൻട്രി തെറ്റാണ്ട് നോക്കുക. ജേണൽ എൻട്രി ഒരിക്കലും തെറ്റരുത്. എനിക്ക് പ്രീപെയ്ഡ് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. ഏത് പ്രീപെയ്ഡാ? ആ അതായത് നമ്മൾ ക്വസ്റ്റ്യനില് പ്രീപെയ്ഡ് സാലറി അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ടു ക്യാഷ് എന്ന് കൊടുക്കും. ഓക്കെ. അപ്പൊ നമ്മള് ചിലതിൽ നമ്മൾ ചെയ്തിരുന്നു പ്രീപെയ്ഡ് സാലറി ടു സാലറി ചെയ്തിരുന്നു. ഞാൻ നോട്ടിലെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ് ക്വസ്റ്റ്യൻ? അല്ല നമ്മളേതോ മുന്നേ ഏതോ ചെയ്തത് പ്രോബ്ലം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ആയിട്ട് പ്രീപെയ്ഡ് കൊടുത്തിട്ടില്ലേ? സാലറി. അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും അല്ലെ? ആ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന്റെ ബാക്കി അഡ്ജസ്റ്റ്മെന്റിന്റെ അതുപോലെ ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് നോക്കിണ്ടായിരുന്നു. അത് നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു മിസ്. അഡ്ജസ്റ്റ്മെന്റ്സിലായിരിക്കും. അഡ്ജസ്റ്റ്മെന്റ്സിൽ തന്നെ കൊടുത്തത്. ലെഡ്ജർ ക്രിയേഷൻ വിത്ത് അഡ്ജസ്റ്റ്മെന്റ് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ലാസ്റ്റിലുണ്ടായിരുന്നു. Understanding salary prepared salary registration. അതായത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് തരുന്നതല്ലേ? അത് മുൻപേ നമ്മൾ പ്രീപെയ്ഡ് സാലറി ആയിട്ട് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ സമയമായിരിക്കും അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഈ ഇയറിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് തന്നത്. ക്വസ്റ്റ്യന്റെ താഴെ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടല്ല അത് ഉള്ളത് പ്രീപെയ്ഡ് സാലറി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്, പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ടു സാലറി എന്ന് കൊടുത്തത്. അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കണം കേട്ടോ. നേരെ മറിച്ച് നമ്മളിപ്പോ കറന്റ് ഒരു ഡേറ്റില് ഇപ്പൊ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ കുറച്ച് ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് തന്നതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പ്രീപെയ്ഡ് സാലറി ഇത്ര എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ടു ക്യാഷ്. അഡ്ജസ്റ്റ്മെന്റ്സിന് തരാണെങ്കിൽ
പറഞ്ഞ മാതിരി പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് സാലറി എന്ന് കൊടുക്കാം. ഓക്കെ, അത് ഭയങ്കര കൺഫ്യൂഷൻ ആയത്. ഇല്ല അത് ഇപ്പൊ ഏതിന്റെ ക്വസ്റ്റ്യൻ ആണത്? എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞിട്ട് ടാലിയിൽ ചെയ്തിട്ടുണ്ട്. ലഡ്ജറ്റ് ക്രിയേഷൻ വിത്ത് OB ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ട് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ബാഡ് ഡെറ്റ്സും പിന്നെ ആയില്ലേ? depreciation ഒക്കെ ഉള്ള ഓക്കെ ഓക്കെ. കൊടുത്തു. നമ്മള് കൊടുക്കുന്ന സമയത്ത് പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ടു ക്യാഷ്, ചെക്ക് ആണെങ്കിൽ ബാങ്ക്. ആ ഡേറ്റ് ആവുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റിലാണ് തരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? സാലറിന്ന് സാലറി ടു പ്രീപെയ്ഡ് സാലറി. സാലറി. അതിന്റെ അണ്ടർ കറന്റ് അസറ്റ് അല്ലേ? ആ ടൈമിൽ അതിനല്ലേ വരിക. ഈ ബാഡ് ഡെറ്റിന്റെ അണ്ടർ ശരിക്കും എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് സാലറിന്റെ ജേണൽ എൻട്രി എന്താ വരാ കൊടുക്കുന്ന സമയത്തല്ലേ? എന്ത് പ്രീപെയ്ഡ് സാലറി അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഡേറ്റ് ആയി കഴിഞ്ഞാൽ സാലറി അക്കൗണ്ട് പ്രീപെയ്ഡ് സാലറി ആണ് കേട്ടോ. പ്രീപെയ്ഡ് കുറയ്ക്കല്ലേ വേണ്ടേ? അതെ, അപ്പൊ അത് മാറരുത് കേട്ടോ. അല്ല, എക്സ്പെൻസ് ആവും, പ്രീപെയ്ഡ് ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ടാണ് സാലറി അക്കൗണ്ട് പ്രീപെയ്ഡ് സാലറി വരുന്നത് കേട്ടോ. ഓൾറെഡി കൊടുത്ത സാധനത്തിന് കുറയ്ക്കണം അല്ലേ? പ്രീപെയ്ഡ് നമ്മൾ ആദ്യം കൊടുത്തത് പ്രീപെയ്ഡ് അല്ലേ? പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് ക്യാഷ് എന്നല്ലേ വരാ. അത് പിന്നീട് അഡ്ജസ്റ്റ്മെന്റിന് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കണം? സാലറി ടു പ്രീപെയ്ഡ്. സാലറി ടു പ്രീപെയ്ഡ്. ഓക്കെ, അങ്ങനെ വരിക. അതേമാതിരി ബാഡ് ഡെറ്റിന്റെ അണ്ടർ ശരിക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അത് കറന്റ് ലയബിലിറ്റിയാ? ഡയറക്റ്റ് എക്സ്പെൻസ്. ബാഡ് ഡെറ്റ് നമ്മള് ബാലൻസ് ഷീറ്റ് കൊടുക്കില്ലേ? ബാലൻസ് ഷീറ്റില് കാണിക്കല്ലേ ബാഡ് ഡെറ്റ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ബാലൻസ് ഷീറ്റിൽ കാണലുണ്ടാ? അത് ഇതാക്കിയതല്ലേ ക്വസ്റ്റ്യനിലുള്ളത്? എന്താണ് ചോദിച്ചാൽ മനസ്സിലായില്ല. ആശ്രി തന്നല്ലേ പറയുന്നത്, അന്നേരോ അത് നമ്മള് അങ്ങനെ കാണിക്കില്ല. ബാഡ് ഡെറ്റിന് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പക്ഷെ അത് ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഷീറ്റില് അത് കാണുമോ? ബാഡ് ഡെറ്റ്സ് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ ഇല്ലേ ശരിക്കും ലയബിലിറ്റീസില്? എനിക്ക് മനസ്സിലായില്ല. ബാലൻസ് സൈഡിൽ കാണിക്കില്ല, മീൻസ് ബാലൻസ് ഷീറ്റിൽ കറന്റ് ലയബിലിറ്റീസിന്റെ സൈഡില് ബാഡ് ഡെറ്റ്സ് കാണിക്കല്ലേ ചോദിച്ചതാ. അവിടെ കാണിക്കണ്ടല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ലേ കാണിക്കാം. കൺഫ്യൂഷൻ. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതി തള്ളിയതല്ലേന്നോ? പിന്നെ അവര് തിരിച്ചു കൊടുക്കുന്നതല്ലേ വീണ്ടും? അല്ല, എഴുതി തള്ളിയത്. എഴുതി തള്ളിയതല്ലേ? എന്നിട്ട് പിന്നെ ഇതിന്റെ ഹാച്ചിൽ കൊടുക്കും. നമ്മള് ബാഡ് ഡെപ്റ്റ് ഡെപ്റ്റേഴ്സ് കുറഞ്ഞിട്ട് കാണിക്കും, അല്ലാണ്ട് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ലല്ലോ. അത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മാത്രല്ലേ കാണിക്കുന്നുള്ളൂ. ബാലൻസ് ഷീറ്റിൽ വരുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ നമ്മളെ ഡെപ്റ്റേഴ്സ് കുറഞ്ഞിട്ടാണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ കാറ്റഗറിയിൽ കാണിക്കും. അത് റിക്കവേർഡ് ആണെങ്കിൽ ഡെപ്റ്റേഴ്സ് കൂടിയിട്ട് കാണിക്കും. അപ്പൊ ഇൻഡയറക്റ്റ് അന്നേരം അത് മാറൂലേ എക്സ്പെൻസ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറയും. ബാഡ് ഡെപ്റ്റ് കാണിക്കൂല, സെയിം എമൗണ്ട് തന്നെ ആണെങ്കിൽ. ക്ലിയർ ആയോ?
ചോദിച്ചോളൂ. ഇനി നിർത്തി വെക്കാം. ഇനി അതായത് പഠിച്ചതൊക്കെ ഇപ്പൊ തല തിരിഞ്ഞു അതായത് പോകും. 2000 ബാഡ് ഡെപ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് 1000 റിക്കവേർഡ് ആയി. ഉം. അപ്പം ബാക്കി 1000 ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി 2000 കംപ്ലീറ്റ് പോയാല് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കാണിക്കൂല. ഉം. ഉം. നമ്മൾ അങ്ങനെ ജേണൽ എൻട്രി കൊടുക്കുമല്ലോ. ഓപ്പോസിറ്റ് ജേണൽ എൻട്രി കൊടുത്തത് ക്യാൻസൽ ആയില്ലേ. ഉം. 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 ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഉം. ഡൗട്ട് ചോദിച്ച് ഡൗട്ട് കൂടിയാ അല്ല ക്ലിയർ ആയോ? അങ്ങനെയുണ്ട്. ഇനി ആദ്യം മുതൽ പഠിക്കുമ്പോ വീണ്ടും വരും. ഡൗട്ട് ഉള്ള സമയത്ത് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചോട്ടാ. ആ മെസ്സേജ് അയച്ചിട്ടാ എല്ലാവരും മിസ് ചിലപ്പോ ഉറങ്ങാവും. ഏത് മെസ്സേജ് അയച്ചിട്ടാ മിസ് ഉറങ്ങാവൂന്ന്. മിസ്? ഞങ്ങള് പഠിക്കുന്ന സമയത്ത് മിസ് ഉറങ്ങാവൂന്ന് പറയാം. അപ്പൊ ഞാൻ മെസ്സേജ് നേരത്തെ അയക്കാറുണ്ട്. ഉറങ്ങുന്ന കൂട്ടത്തിലാണ്. എന്താ 10 മണി കഴിഞ്ഞാൽ കിട്ടൂല. ഞങ്ങള് അത് കഴിഞ്ഞിട്ടാണ് പഠിക്കാതിരിക്കുന്നത്. കുഴപ്പമില്ല, പഠിക്കാനിരുന്നോ. എന്തെങ്കിലും ഉം. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ അന്നേരം വോയിസ് ഇട്ടോ, ഞാൻ കാണുമ്പോ ക്ലിയർ ചെയ്ത് തരാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവില്ല. പ്രാക്ടിക്കല് ചെയ്യുന്ന സമയത്തായിരിക്കും അല്ലെ ഡൗട്ട് ആ, വരാൻ. ആ, കാരണം ഇരുന്ന് പഠിക്കലല്ലോ, ഫുൾ ചെയ്ത് നോക്കല്ലേ. അപ്പൊ ഞാന് ഭക്ഷണം കഴിക്കാൻ പോവാ, ഇരുന്ന് ചെയ്യാ. രാത്രി 12 മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കണത് പിന്നെ. എന്നിട്ട് അത് കഴിഞ്ഞ് ശരി. വീണ്ടും ചെയ്യും. ഉം. പിന്നെ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ ആ വേഗം കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ സ്പീഡ് കിട്ടില്ലല്ലോ. അതെ. ഞാൻ കൊറേ അത് റെക്കോർഡ് നോക്കിയിട്ടാ ചെയ്തത്. ചെയ്യാൻ എനിക്ക് ഇരുന്നിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് നടുവേദന കാലുവേദന എല്ലാം ഉണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോ ഒരുപാട് സമയം പിടിക്കും. അപ്പൊ ഞാൻ നോട്ട് എഴുതി വെച്ചതുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ നോട്ട് നോക്കും. ഞാനൊന്നും ചെയ്തിട്ട് നോക്കിയിട്ടില്ല ഇപ്പൊ എക്സാമിന്. അതിപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഡേറ്റിന്റെ എല്ലാം നല്ല കൺഫ്യൂഷൻ വന്ന് എല്ലാം വെറും റെക്കോർഡ് വീഡിയോ ഇങ്ങനെ കിടന്നിട്ട് റെക്കോർഡ് വീഡിയോ ഇങ്ങനെ നോക്കി എന്നിട്ട് എന്തെല്ലോ എഴുതി വെച്ച്. നോട്ട് കറക്റ്റ് എഴുതണം. നോട്ട് എഴുതിയിട്ടേ പോയി. നമ്മള് റെക്കോർഡ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചടപ്പായിരിക്കും. കുറേ ഇല്ലേ, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇല്ലേ, നമ്മൾ ഇത്രയും കുത്തിയിരുന്ന് കേൾക്കണ്ടേ. പിന്നെ ചില സമയത്ത് നമ്മൾ ക്ലാസ് സ്കിപ്പ് അടിച്ച് പോകുമ്പോഴായിരിക്കും അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് മിസ്സാവാം. ക്ലാസ് കേൾക്കുമ്പോഴും അത് അറിയാലോ എന്ന് ഇട്ടിട്ട് വിട്ടാലും പോയി. ഉം. പിന്നെ നമ്മൾ ഇത്രയൊക്കെ പഠിക്കും, കുറെ പഠിച്ച് സെറ്റ് ആവാന്നേ ഉള്ളൂ. നമ്മൾ പോണ കമ്പനിയിൽ അവര് എങ്ങനെയാണ് ചെയ്യാ, ഏതാണ് അവരുടെ ബിസിനസ്, അതുപോലെ ഇരിക്കും നമ്മളെ കാര്യങ്ങൾ. അപ്പൊ നമ്മളിവിടെ കുറെ റാസി സിമെന്റ് മലബാർ സിമെന്റ് ഒക്കെ പഠിച്ചിട്ടില്ല പോയി. അവിടെ പ്രോഡക്റ്റ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് അവരെ ഓൺ സോഫ്റ്റ്വെയർസിലൊക്കെ ആയിരിക്കും ചെയ്യാം. അപ്പൊ നമ്മള് അക്കൗണ്ട്സ് പഠിച്ചു വെക്കുക, ജേണൽ എൻട്രി കറക്റ്റ് പഠിച്ചു വെക്കുക. ചില സമയത്ത് ടാലിയിൽ തന്നെ ആയിരിക്കും. ടാലിയിലാവുന്ന സമയത്ത് ഈ വൗച്ചർ ടൈപ്പ്, ഏതൊക്കെ വൗച്ചർ ടൈപ്പിൽ ചെയ്യണം അതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക, ബാലൻസ് ഷീറ്റ് എടുക്കുക. ജേണൽ എൻട്രി അതാണ് ഇമ്പോർട്ടന്റ്. ഏത് ട്രാൻസാക്ഷൻ കിട്ടിയാലും അതിന്റെ ജേണൽ എൻട്രി പറയാൻ പറ്റണം. നമ്മൾ ഏത് എനിക്ക് സോഫ്റ്റ്വെയറിൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് വേണ്ടുന്ന എന്താ, ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക, ജേണൽ എൻട്രി എന്താ വരാം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഞാൻ ചെയ്ത് നോക്കുമ്പോ ഒരു മിസ്റ്റേക്ക് വന്നത് പറഞ്ഞാല് പ്രൊഡക്ഷൻ്റെ ഷർട്ടിന്റെ യൂണിറ്റ് കൊടുത്തു, ഞാൻ സേവ് ആയിട്ട് പോയി. എന്നിട്ട് പിന്നെ വേറെ പേജ് എടുത്ത മോർ ഡീറ്റെയിൽസിലാണ് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തത് ഷർട്ടിന്റെ. പക്ഷെ അതിന് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇത്ര നമ്പേഴ്സ് പ്രൊഡക്ഷൻ കൊടുക്കുമ്പോ വരുന്നുണ്ടായിരുന്നില്ല, ഡിസ്പ്ലേ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഷർട്ടിന്റെ ഇതിൽ തന്നെ സേവ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ മോർ ഡീറ്റെയിൽസിൽ പോയിട്ട് കൊടുക്കണല്ലോ. കൊടുക്കാം. ലിസ്റ്റ് ഓഫ് ചെയ്യാം. അതൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്ത് പഠിക്കുമ്പോ, അതുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിണ്ടായിരുന്നു. അങ്ങനെ മിസ്റ്റേക്ക് വന്ന് പഠിക്കുമ്പോഴും പഠിക്കും.
നിങ്ങളിപ്പോ കോഴ്സ് കഴിഞ്ഞാലും ഇടയ്ക്കൊന്ന് എടുത്തിട്ടൊന്ന് ചെയ്തൊക്കെ നോക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മൈൻഡിൽ നിന്ന് പോകും വേഗം. ഉം ഉം. അപ്പൊ ഓക്കെ ഇൻഷാല്ല. ഇന്നെന്താ ആഴ്ച? ചൊവ്വാഴ്ച അല്ലേ? So, ആ ഓക്കെ, ഇനി നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ, ഇതിന്റെ നമ്മൾ മുമ്പ് പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ, ട്രേഡീസിലൊക്കെ ചെയ്ത് തന്നെയാണ്. കുറച്ച് ഉം ഉം. വലിയൊരു ക്വസ്റ്റ്യൻ. നാളെ ഉണ്ടാവില്ലല്ലോ മിസ്സേ? നാളെ എന്ത് പറ്റി? നാളെ ഉണ്ടാവും അല്ലെ? നാളെ എനിക്ക് പറ്റൂല. നാളെ ഉണ്ട്, ഫ്രൈഡേ അല്ലേ ലീവ്? ഓക്കെ. ഫഹമി എന്നാ നാട്ടിൽ വരുന്നേ? ഞാന് ഈ ഫ്രൈഡേ നാട്ടിൽ ഈ പോകും. ഫ്രൈഡേ. സാറ്റർഡേ. എല്ലാവർക്കും വെക്കേഷൻ അല്ലേ? എനിക്ക് അവിടെയോ? തേഴ്സ്ഡേ ഒരു കല്യാണം ഉണ്ട്. നമുക്ക് ഇവിടെ നവംബർ ലാസ്റ്റ്, ഡിസംബറിൽ അത് വെക്കേഷൻ. ശരി. അതും പക്ഷെ 1 മന്തേ ഉള്ളൂ. ആ ഇവിടെ 2 months ഇവിടെ. അപ്പൊ പക്ഷെ ഇവിടെ അവിടെ മഴ ഇപ്പോ ഓ അവിടെ ഇപ്പൊ കാലാവസ്ഥ എങ്ങനെയാ, ക്ലൈമറ്റ്? ഇവിടെ ട്രോപ്പിക്കൽ അല്ലേ, മഴ ചൂട് എല്ലാം ഉണ്ടാവും. പക്ഷെ ഡെയിലി ഒരു മഴ ഉണ്ടാവും. നമുക്കിവിടെ ചൂടിന്റെ ഇതുകൊണ്ടാണ് ഈ ടൈമിലൊക്കെ സമ്മർ അതെ. വെക്കേഷൻ. പക്ഷെ 2 മാസം കിട്ടണം എന്തായാലും ലീവ്, അല്ലെങ്കിൽ ഒരുമാതിരി. ഇവിടെ പിന്നെ ഹജ്ജ് പെരുന്നാൾക്കും ചെറിയ പെരുന്നാൾക്കും ലീവ് ഉണ്ടാവും. ഒരു 15 ദിവസം ഹജ്ജ് പെരുന്നാൾക്കും ചെറിയ പെരുന്നാൾക്കും 10 ദിവസം. അങ്ങനെ അവിടെ ഒരു 1 മന്ത് കിട്ടലുണ്ട്. പക്ഷെ അത് ഒരുമിച്ച് കിട്ടാത്തോണ്ട് ഒരു എവിടെയെങ്കിലും പോയാൽ അതുപോലെ തിരിച്ചു വരണ്ടേ. ജസ്റ്റ് 4th റിട്ടേൺ. സെപ്റ്റംബർ 4th പോലെ അങ്ങോട്ട് എത്തും തോന്നുന്നു. 3rd ഇവിടുന്ന് പോരുണ്ടാവും. നീയോ? 3rd. 3rd കൊച്ചിയാ? അല്ലല്ല, കാലിക്കറ്റാ. കാലിക്കറ്റ്. ഞാൻ കൊച്ചി. ശരി. നമ്മുടെ ഡിഫന്റെ നെക്സ്റ്റ് ബാച്ച് വന്നിട്ടുണ്ട്. മൺഡേ തൊട്ടാണ് ക്ലാസ്. അപ്പൊ എനിക്കാണെങ്കിൽ നൈറ്റ് ടൈം പറ്റില്ലല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു, മിസ് എടുക്കാൻ പറഞ്ഞു, താര മിസ് നോക്കിയിട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള. കാരണം ഇപ്പൊ പുതിയ വന്ന കുട്ടികൾക്ക് അവര് ആഡ് കൊടുത്തത് നൈറ്റ് ആണെന്ന് തോന്നുന്നു ക്ലാസ്. നിങ്ങൾക്കും അങ്ങനെയാന്ന് തോന്നുന്നല്ലേ തന്നത്? നൈറ്റ്. അപ്പൊ ഫസ്റ്റ് തന്നെ അവരടുത്ത് ടൈം മാറ്റാൻ പറ്റൂലല്ലോ. മിസ് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്ത പോലെ കുറച്ച് കഴിഞ്ഞിട്ട് മോർണിംഗ് ടൈമിലേക്ക് മാറ്റിക്കോ പറഞ്ഞു. നോക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ വേറെ മിസ്സിനാക്കാൻ പറയണം. കാരണം കുറെ പേര് വർക്ക് ചെയ്യണവരൊക്കെ ഉണ്ടാവുമ്പോഴും പിന്നെ ഗൾഫിലുള്ളവർക്ക് ഫുള്ള് ടൈം അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. അതെ. പിന്നീട് ബുദ്ധിമുട്ടാ വരുന്നല്ലോ. ഞങ്ങൾക്ക് പിന്നെ വലിയ പ്രശ്നമില്ല, ഞങ്ങൾ ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആയ കാരണം കുഴപ്പമില്ല. ഫൈനല് സെപ്റ്റംബർ 11 ഉണ്ടാവുക എക്സാം. എന്തായാലും ഈ മാസം കഴിയും, ജൂലൈ കഴിയും. സെപ്റ്റംബർ സാർ മതി. അങ്ങനെയാണ് പറഞ്ഞത്. ലാസ്റ്റ് ഫൈനൽ എക്സാം കൊടുക്കുന്നാ പറഞ്ഞത്. ലാസ്റ്റ് മാത്രമേ ഫൈനൽ എക്സാം വെക്കൂന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ കഴിയാൻ എന്തായാലും സെപ്റ്റംബർ ആവൂലേ? സെപ്റ്റംബർ മതിയാവും മിസ്സേ, അതാ നല്ലത്. ജൂലൈ കഴിഞ്ഞ ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ്. ഓഗസ്റ്റ് ഉണ്ടല്ലോ പറയുന്ന പോലെ. ഓക്കെ. അല്ല, എനിക്ക് ഡെലിവറി സെപ്റ്റംബർ ആ ടൈം ആയിരിക്കും. ഇല്ല, അതിന് മുന്നേ ആയിട്ട് വെക്കും എന്തായാലും. എന്തായാലും ഈ ഒരു മന്ത് കൊണ്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്തായാലും തീർക്കണം, കാരണം നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും അതിനുള്ളിൽ തീർക്കണം. പിന്നെ സാറും തീർക്കാൻ പറഞ്ഞു ഈ ഒരു മന്ത് കൊണ്ട് തന്നെ. അവിടെ 6 ഇനി മാസം വേറെ ആവാൻ പോകും. കോഴ്സ് ഉണ്ടോ? വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടായിരിക്കും അവിടെ? വേറെ മീൻസ് ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ട്. ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാന് അതെ, ജസ്നാനോട് ചോദിച്ചാൽ മതി. സോഹോ ഇല്ലല്ലോ? എന്താണ്? സോഹോ ബുക്സോ? സോഹോ ഇപ്പൊ ഇല്ല. ഇല്ല. സോഹോ ഒക്കെ കൊണ്ടുവരണം, പുതിയ ആപ്പ്. അതൊക്കെ ഇപ്പം കുറെ അടുത്ത് കമ്പനി. യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഒക്കെ 2 മാസം. ഇപ്പൊ ഒന്നും ഇപ്പൊ അധികം പേര് യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് കേട്ടത്. അതുകൊണ്ട് പേടിക്കണ്ട. കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. ട്രേഡീസ് കുറെ നമ്മുടെ നാട്ടിൽ കുറെ അടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ട്രേഡീസ് ഓക്കെ. ഉണ്ട്, ടാലി ഉണ്ട്, പിന്നെ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ്, അത് വ്യാപാര ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ എന്തൊക്കെയുണ്ട്.
ADC ഒക്കെ PHP വേണ്ട ശരിയാവുന്നില്ല ഇപ്പോഴും. അല്ല അത് കമ്പനിയിലായാലും തന്നെ നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോ പെട്ടെന്ന് കൊറേ ഇങ്ങനെ പേജസ് പോപ്പപ്പ് ചെയ്യുമ്പോ ഇതെന്താന്ന് ഇപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ആയി. ഇതിപ്പോ 1 മാസം കൊണ്ട് ഞാൻ തീർക്കാന്ന് ഏറ്റെടുത്താണ്. ഒരു ചെറിയ പ്രോബ്ലം തന്നെ ഇത്രയും ടൈം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രോബ്ലം ഷോർട്ട് ആക്കണം. അതായത് നമ്മൾ ഈ പർച്ചേസ് ആൻഡ് സെയിൽസ് റിട്ടേൺസ് ഒക്കെ വരുന്ന സമയത്ത് വലിയ ക്വസ്റ്റ്യൻ വരുമ്പോ ഞാൻ മാക്സിമം ചെറിയ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടാണ് തരാം. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് പർച്ചേസ് റിട്ടേൺ എങ്ങനെ ചെയ്യാം, സെയിൽസ് റിട്ടേൺ എങ്ങനെ ചെയ്യാം, ഒന്ന് ചെറിയ കുറച്ച് ട്രാൻസാക്ഷൻ വെച്ചിട്ട് ചെയ്യിച്ചിട്ട് അങ്ങനെ പോണം. നോക്കട്ടെ, ടൈം പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വലിയ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് കുറേ ടൈം പോകും. PHP ഇല്ലേ, വേറെ കുഴപ്പമില്ല. ട്രേഡീസിലൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് വേഗം ചെയ്തില്ലേ. ഇതില് ഇതില് പിന്നെ ലാഗും വരുന്ന കാരണം അങ്ങോട്ട് ഓടിയെത്തുന്നില്ല. ലാഗും വരുന്നുണ്ട്. പിന്നെ ഇതില് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടോ ആക്കിയിട്ടൊക്കെ അല്ലേ ചെയ്യേണ്ടത്, ഒന്നിൽ തന്നെ അല്ലല്ലോ. ഇനി ഇതില് GST ഒക്കെ ഹസീന കാണിക്കാൻ വന്നിട്ടുണ്ട്. ഇതിലൊരു GST കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർത്തലായും എന്ന് പറയും. ഇതില് GST കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. ടാലിയിൽ മാത്രം കൊടുത്താൽ മതി എന്നാണ്. അതിൽ തന്നെ ഒരു വിധം വായിക്കണം. ഹസീന ഉണ്ടോ ഓൺലൈനില്? ഹസീനക്ക് എങ്ങനെ ഉണ്ടാണാവോ? ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ പറഞ്ഞു. ഹസീനക്ക് ഇപ്പൊ കുറവുണ്ടെന്ന് പറഞ്ഞ. ഉം. ഹസീന കുറെ ഉം. ദിവസം കല്യാണത്തിന്റെ തിരക്ക് ഉറക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ആ, കൊണ്ടായിരിക്കാം. എനിക്കിനി ഫുള്ള് കല്യാണങ്ങളാ. കസിൻസിന്റെ 4 പേരുടെ കല്യാണങ്ങളുണ്ട്. അടിച്ചുപൊളിക്ക്. ഈ മാസം ഉണ്ട്, അടുത്ത മാസം ഉണ്ട്. ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാ? അല്ല, ഇപ്പൊ എന്റെ വീട്ടില് എക്സാം ആയിട്ട് വന്നതാ. ഹസ്ബൻഡ് ഇതാ നെക്സ്റ്റ് വീക്കിൽ വരും. അപ്പൊ അത് അങ്ങോട്ട് ശരി. വിടണം. ആ പേരും പറഞ്ഞിട്ട് വീട്ടിലിരിക്കാന്നല്ലേ. അല്ല, വീട്ടിൽ എന്തായാലും വരുമല്ലോ. അപ്പൊ പിന്നെ എക്സാമും ആയി. അപ്പൊ ഇനിയിപ്പോ എന്താ നെക്സ്റ്റ് വീക്കിൽ അങ്ങോട്ട് പോണം. ഹസ്ബൻഡ് വന്നാ പിന്നെ അവിടെ തന്നെ വേണല്ലോ. വന്നിട്ടില്ലല്ലേ? നെക്സ്റ്റ് വീക്കില്. ഓക്കെ. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി നാളെ കാണാം. ഇൻഷാ അള്ളാ. എന്താ തലയില് നിസ്കരിക്കാനോ?